ഹരേ കൃഷ്ണ. ശ്രീമദ് ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് ആദ്യം മംഗളാചരണം തുടങ്ങിയിട്ട് തുടങ്ങാം. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരോഭ്യശ്ച കൃപാ സിന്ധോഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപദ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷാശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം എൻ്റെ ശിക്ഷാഗുരുക്കന്മാർക്കും ദീക്ഷാഗുരുവിനും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ചൈതന്യ ചരിതാമൃതം ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ ആദിലീല അധ്യായം 10 ശ്ലോകം 137. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം 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 ഹരേ ഹരേ. ജയ പ്രഭുപദാ ജയ പ്രഭുപദാ പ്രഭുപദാ ജയ പ്രഭുപദാ. ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ഗുരുദേവാ ജയ ഗുരുദേവാ. നിതായ് ഗൗര ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ. നിതായ് ഗൗര ഹരി ബോൽ. ഗൗരപ്രേമാനന്ദേ ഹരി ഹരി ബോൽ. ജയം ശ്രീ വിഷ്ണുപാദ പരമഹംസ പരിവൃച്ചാചാര്യ സ്തോത്ര
अभयाचरण भक्ति वेदांत स्वामी श्रील प्रभुपाद की जय, आनंद कोटि वैष्णव वृत्ति की जय, श्री श्री राधा माधव की जय, श्री श्री जगन्नाथ बलदेव सुभद्रमया सुदर्शन की जय, श्री पंचतत्व की जय, नित्याय गौर प्रेमानंदे हरि हरि बोल। हरे कृष्णा। श्लोकम 130. माधवी देवी शिखी माही धीर भगिनी, श्रीराधा राधासी मध्ये नामगणी। माधवी देवी शिखी माही धीर भगिनी, श्रीराधा राधासी मध्ये നാമഗണി. വർത്തനം. പ്രമുഖരായ ഭക്തരിൽ 17ാമത്തേതായ മാധവി ദേവി ശിഹി മാഹിതയുടെ ഇളയ സഹോദരിയായിരുന്നു. അവൾ മുമ്പ് ശ്രീമതി രാധാറാണിയുടെ ഒരു ദാസിയായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. അപ്പൊ ശിഹി മാഹിതി, അതുപോലെ മുരാരി മാഹിതി, അപ്പൊ ഇവര് പിന്നെ ആചാര്യന് ബ്രഹ്മാനന്ദ ഭാരതി, പരമാനന്ദ മഹാപാത്രൻ, ശിവാനന്ദൻ, കൃഷ്ണാനന്ദൻ, ഇവരൊക്കെ ഒഡിയ ഭക്തരൊക്കെയാണ്. അതുപോലെ പ്രതാപരുദ്ര മഹാരാജാവ്. അപ്പൊ ജഗന്നാഥപുരിയിലെ മഹാപ്രഭു താമസിച്ചിരുന്നപ്പോഴ ഇവരൊക്കെ നിരന്തരമായിട്ട് മഹാപ്രഭുവായിട്ട് സമ്പർക്കം പുലർത്തിയിരുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളൊരു ശാഖ എന്ന് പറയുമ്പോഴാ, ഒരു വൃക്ഷം അല്ലെങ്കിൽ ആ വൃക്ഷത്തിന്റെ ശാഖ എന്ന് പറയുമ്പോഴാ ഒരുപാട് ശാഖകൾ ഉണ്ടാകും. ചില ശാഖകളൊക്കെ എന്താ പറയാ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശാഖകളായിരിക്കും. അപ്പൊ ആ ശാഖകളിലായിരിക്കും കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനാണ് എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു വലിയ മിഷനാണ് ഈ വടവൃക്ഷം, അതായത് ഭക്തിയുടെ വൃക്ഷം. അപ്പൊ ഇതിലെ ശാഖോപശാഖകളും പൂക്കളും കായ്കളും എല്ലാം തന്നെ മാനവ ജനതയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, അതായത് ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി, ആധ്യാത്മികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ അവിടെ ഓരോ ഭക്തരും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, നിങ്ങൾ എല്ലാ ആഴ്ചയിലും എല്ലാ ഭക്തന്മാരിൽ നിന്നും കേൾക്കുന്നതാണ്. അതായത് ഓരോ ഭക്തരും ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഭക്തരും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്രജലീലയിലെ ഓരോരോ ഭാഗങ്ങൾ, ചില പേരുകളും നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ആ ലീലകളിൽ പങ്കെടുത്ത ആൾക്കാരാണ് ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ഇപ്പോഴും പല ഭാഗത്തു നിന്നും, അതായത് ലോകത്തിന്റെ വിശേഷിച്ച് ബംഗാളിലെ ഉള്ള, പിന്നെ ഒഡീഷയില, അങ്ങനെയൊക്കെയുള്ള പശ്ചിമ ബംഗാളിൽ, അപ്പൊ അങ്ങനെയൊക്കെ കൽക്കട്ടയില, അപ്പൊ ഇവിടൊക്കെയുള്ള ആൾക്കാരെല്ലാവരും പല പിന്നെ എന്താ പറയാ ഭാഗത്തു നിന്നും വന്ന് ചൈതന്യ മഹാപ്രഭു, ചിലര് യാദൃശ്ചികമായിട്ട് വന്ന് ചേരും, ചിലര് ഉൾവിളിയോടുകൂടി വന്ന് ഭഗവാനെ സറണ്ടർ ചെയ്യും, ചില ആൾക്കാര് പിന്നെ ഭഗവാനെ കണ്ട് ആകൃഷ്ടരാകും. അങ്ങനെ പല വിധത്തിൽ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടാണ് അവര് എന്താ പറയാ, അവർക്ക് അങ്ങനെ ഭഗവാനുമായിട്ടൊരു അസോസിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു അവസരം, അല്ലെങ്കിൽ ആ ഒരു മഹാഭാഗ്യം, ഒരു സിദ്ധിയാണത് അങ്ങനെ ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും പേര് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒത്തിരിയും പേരുടെ പേരുകൾ ഇപ്പം ഇവിടെ ഗ്രന്ഥകർത്താവ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം 17ാമത്തെ പ്രമുഖ ഭക്തന്മാരിൽ 17ാമത്തെ മാധവി ദേവി ശിഹി അതായത് മാധവി ദേവിയെ കുറിച്ചാണ്. സാധാരണഗതിയില ഭഗവാന്റെ ഈ ഭക്തിവൃക്ഷയുടെ ഈ ഒരു ഇതില, കാരണം ഭഗവാൻ സന്യാസി ആയതുകൊണ്ട് സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ടാണ്, ഈവൻ വിഷ്ണുപ്രിയ ആയാലും ദൂരെ നിന്ന് ഭഗവാനെ ഒന്ന് ദർശിച്ച് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ സ്ത്രീകൾ ആരും അവിടെ അസോസിയേഷനോ അല്ലെങ്കിൽ സേവനങ്ങളോ ഒന്നും ഇല്ല. എല്ലാം പുരുഷന്മാരാണ് സേവന കർമ്മങ്ങളൊക്കെ ഭഗവാന് വേണ്ടി അനുഷ്ഠിക്കുന്നത്. അപ്പൊ ഇവിടെ മാധവി ദേവിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മാധവി ദേവി എന്ന് പറയുന്നത് ശിഹി മഹിയുടെ സഹോദരിയാണ്. അപ്പൊ അവരെന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് ശ്രീമതി രാധാറാണിയുടെ ഒരു ദാസിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചൈതന്യ ചരിതാമൃതത്തിലെ അന്ത്യലീലയില 2ാം അധ്യായത്തിലെ 104 മുതൽ 106 വരെ ശ്ലോകങ്ങളിൽ ഈ മാധവി ദേവിയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ശ്രീമതി രാധാറാണിയുടെ ദാസികളിൽ ഒരുവളായിട്ടാണ് ഇവരെ പരിഗണിച്ചിരുന്നത്.
അതായത് 3 അതിവിശ്വസ്തരായ ഭക്തന്മാരുണ്ട് ചൈതന്യ മഹാപ്രഭുവിന്. അതിലൊരാളാണ് സ്വരൂപ ദാമോദര, പിന്നെ രാമാനന്ദരായ, ഇവരൊക്കെ സാധാരണക്കാരല്ല, പിന്നെ ശിഹി മാഹിതി. അപ്പൊ ഇവര് 3 പേര്, അപ്പൊ ഇവര് 3 പേരും പറഞ്ഞിട്ടുണ്ട്. അതായത് ആ പിന്നെ അന്ത്യലീലയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന മാഹീതീര ഭാഗീനീശേ ഈ നാമ മാധവി ദേവി വൃദ്ധ തപസ്വിനി ആരാ പരമ വൈഷ്ണവി. മാധവി ദേവി എന്നായിരുന്നു ശിഹി മാഹിതയുടെ സഹോദരിയുടെ പേര്. എല്ലായ്പ്പോഴും തപസ്യകൾ അനുഷ്ഠിക്കുന്ന വൃദ്ധയായ ഭക്തിയുത സേവനത്തിൽ വളരെ മുന്നേറിയ ഭക്തയായിരുന്നു. അപ്പൊ അവര് ഒരു തപസ്വിനി എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്ന. മഹാപരമ വൈഷ്ണവിയാണ്, വൃദ്ധയാണ്, തപസ്വിനിയാണ്. അപ്പൊ അവര് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ വളരെ മുന്നേറിയ ഒരു ഭക്തയായിരുന്നു എന്ന് പറയുന്നു. അതേപോലെ പ്രഭുലേഖാകാരേ രാധികാരഗണ ജഗതേര മധ്യേ പാത്ര സാഡേ തീന ജന. ശ്രീ ചൈതന്യ മഹാപ്രഭു അവളെ ശ്രീമതി രാധാറാണിയുടെ സഖിയായിരുന്നവളായി അംഗീകരിച്ചു. ലോകത്തിലെ ജനങ്ങളിൽ 3.5 ആളുകൾ മഹാപ്രഭുവിന്റെ ഏറ്റവും ഉറ്റ ഭക്തനായിരുന്നു. അപ്പം ലോകത്തിലെ ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്, അതിലെ 3 പേര് ഇവിടെ 3.5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3.5 ആൾക്കാരെന്ന് പറഞ്ഞാൽ 3 പേര്, ഒന്ന് സ്വരൂപ ദാമോദര, ഒന്ന് രാമാനന്ദറായ, ഒന്ന് ശിഹി മാഹിതി. അപ്പൊ ഒരു 3 പേര്. പിന്നെ ആരെ പറഞ്ഞിരിക്കുന്നത്, ഈ മാധവി, ഈ ശിഹി മാഹിതിയുടെ ഇളയ സഹോദരിയായ ഈ മാധവി ദേവി, നമ്മളിപ്പോ പറഞ്ഞ അവരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പൊ അവര് ഒരു സ്ത്രീ ആയതുകൊണ്ട് പകുതിയായിട്ടാണ് പരിഗണിക്കുക. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ സേവകരാണ് അവരും. വളരെ നല്ല രീതിയിൽ ചൈതന്യ മഹാപ്രഭുവിന് ഒരുപാട് പ്രസാദം ഉണ്ടാക്കാനും അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ സേവിക്കാനും അത്രയും വളരെ തപസ്വിനിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പം അവരെ പകുതിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. മറ്റേതെല്ലാം ഒരാൾ. ഇപ്പൊ ഒരാളെ നമ്മൾ 1, 2, 3 പേര് കഴിഞ്ഞാൽ സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് പകുതിയായിട്ടാണ് പരിഗണിക്കപ്പെട്ടത്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് വിശ്വസ്തരായ 3.5 ഭക്തന്മാരുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ലോകത്തിലെ ജനങ്ങളിൽ 3.5 ആളുകൾ മഹാപ്രഭുവിന്റെ ഏറ്റവും ഉറ്റ ഭക്തരായിരുന്നു. ഈ 3 പേരെന്ന് പറയുന്ന സ്വരൂപ ദാമോദര, അതുപോലെ തന്നെ രാമാനന്ദറായി, അതേപോലെ ശിഹി മാഹിതി, പിന്നെ അരയെന്ന് പറയുന്നതാണ് ഈ എന്താ പറയാ മാധവി ദേവി. സ്വരൂപ ദാമോദര, സ്വരൂപ ഗോസായി, ആര രായ രാമാനന്ദ, ശിഹിമാഗതി തിന താൻഡ്ര ഭഗിനി അർത്ഥജന. അതായത് സ്വരൂപ ദാമോദര ഗോസ്വാമി, രാമാനന്ദരായര്, ശിഹി മാഹിതി എന്ന് 3 പേരും ആ പകുതി ആള് ശിഹി മാഹിതിയുടെ സഹോദരിയും അങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ശ്ലോകം 138. ഈശ്വര പുരീരാശിഷ ബ്രഹ്മചാരി കാശീശ്വര ശ്രീ ഗോവിന്ദ നാമദാൻഡ്ര പ്രിയ അനുചാര. ബ്രഹ്മചാരി കാശീശ്വരൻ ഈശ്വരപുരിയുടെ ഒരു ശിഷ്യനായിരുന്നു. ശ്രീ ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രിയ ശിഷ്യനുമായിരുന്നു. ഇനി ഇവർ രണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. കാശീശ്വര ബ്രഹ്മചാരി, അദ്ദേഹം ആരാണ്? അതുപോലെ തന്നെ ഗോവിന്ദൻ. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ സദാസമയവും ഭഗവാനോടൊപ്പം അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയാണ് ഗോവിന്ദൻ. അപ്പൊ ഗോവിന്ദൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സ്വകാര്യ സേവകനായിരുന്നു. അപ്പം എപ്പോഴും ഇപ്പൊ തന്നെ നമ്മൾ ഈ എന്താ സാർവഭൗമ ഭട്ടാചാര്യരുടെ ആ എപ്പിസോഡ് വരുമ്പോഴാ അതിനകത്ത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഈ ഗോവിന്ദന്റെ കാര്യം. അപ്പൊ ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന അദ്ദേഹം സ്വകാര്യ സേവകനാണ് ഭഗവാന്റെ. അപ്പം പണ്ട് വൃന്ദാവനത്തില് ഭൃത്യന്മാരായിരുന്ന ഭൃങ്കാരനും ഭങ്കുരനും. അപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളിലെ കാശീശ്വരനും ഗോവിന്ദനുമായി. അപ്പൊ ഭൃങ്കാരനും ഭങ്കുരനും വ്രജലീലയിലെ ആൾക്കാരാണ്. അവരാണ് ഇപ്പൊ ഇവിടെ ഗോവിന്ദനും കാശീശ്വരനുമായത്. കാശീശ്വര ബ്രഹ്മചാരിയും ശ്രീ ഗോവിന്ദനും. അപ്പൊ അത് ഗൗരഗണോദേശ ദീപികയിൽ പറയുന്നുണ്ട്. അപ്പൊ ഗോവിന്ദൻ എല്ലായ്പ്പോഴും ഭഗവാൻ മഹാപ്രഭുവിന്റെ സേവനത്തിൽ മുഴുകി, അത്യന്തം സ്നിഗ്ധമായ അവസ്ഥകളിൽ പോലും. അപ്പം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ചൈതന്യ മഹാപ്രഭുവിന് ഇപ്പം ഭഗവാന്റെ എന്താ പറയാ അന്ത്യലീലകളിലായാലും, അതുപോലെ ഭഗവാന് എന്താ പറയാ മഹാപ്രകാശ ലീലകളിലാ, പിന്നെ അതുപോലെ എപ്പോഴൊക്കെ ഭഗവാൻ ചില സമയത്ത് എന്താ പറയാ വികാരം മൂർച്ഛിച്ചിട്ട് ഭഗവാൻ ബോധരഹിതനാകുന്ന സമയത്ത്
നേരം എല്ലാം ഭഗവാനോടൊപ്പം നിന്ന് ഓരോ അവസരത്തിലും ഭഗവാനെ സേവിച്ചയാളാണ് ഈ ഗോവിന്ദൻ. ഇപ്പം ഈ സാർവഭൗമ ഭട്ടാചാര്യന്റെ ഒരു ബന്ധു കൂടിയാണ് ഗോവിന്ദൻ. അപ്പൊ ഒരിക്കൽ ഇങ്ങനെ സാർവഭൗമ ഭട്ടാചാര്യ തനി മായാവാദി ആയിരുന്ന സമയത്ത് ഗോവിന്ദനുമായിട്ട് എപ്പോഴും വാക്കുതർക്കം ഉണ്ടാകുമായിരുന്നു സാർവഭൗമ. അപ്പൊ ഒരിക്കൽ ഗോവിന്ദൻ പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞത് സാക്ഷാൽ ഭഗവാൻ നാരായണൻ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് അപ്പൊ അദ്ദേഹം ചോദിക്കും, എങ്ങനെയാ നാരായണനൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ പറഞ്ഞാൽ അദ്ദേഹത്തോട് സഹകരിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുപാട് വാക്തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പറഞ്ഞ അദ്ദേഹം ഒരു എന്താ പറയാ, വേദങ്ങൾ പഠിക്കാത്തവർക്ക് എങ്ങനെയാണ് നാരായണനായ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? കാരണം അദ്ദേഹം വേദങ്ങൾ പഠിക്കുന്നില്ലെന്നാണ് ഇവരുടെ ധാരണ. പിന്നെ അതിലുപരി എന്താ പറയാ, എപ്പോഴും പിന്നെ സാധാരണ ഒരു വികാര ജീവിയെ പോലെ ഭഗവാന്റെ നാമവും ജപിച്ചുകൊണ്ട് പിന്നെ എന്താ ഡാൻസും ഒക്കെ നൃത്തം ചെയ്തിട്ട് അദ്ദേഹം തെരുവീഥികളിലൂടെ നടക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനെ എങ്ങനെ ആരാണ്, പിന്നെ അത് തന്നെയല്ല പുരി ഈശ്വരപുരി എന്ന് വെച്ചാൽ അവർക്ക് അതുപോലെ ഭാരതി സമ്പ്രദായ അതൊന്നും അവരധികം അങ്ങോട്ട് അംഗീകരിക്കുന്നതല്ല. അപ്പൊ അതൊക്കെ കൊണ്ട് അവർക്ക് അതാണ് ചൈതന്യ മഹാപ്രഭുവിനെ അവര് വിചാരിക്കുന്ന സമ്പ്രദായത്തിലല്ല. അപ്പൊ അവരിൽ നിന്ന് താഴ്ന്ന ഒരു നിലപാടിലാണ് അവര് ആദ്യമൊക്കെ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടതും അദ്ദേഹത്തെ കുറിച്ച് ഉള്ള വിശ്വാസവും ഒക്കെ അങ്ങനെയായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഇവര് പിന്നെ പണ്ട് ഭഗവാൻ വാരണാസി ചെല്ലുന്ന സമയത്ത് ഈ പിന്നെ എന്താ മായാവാദി സന്യാസിമാരെ കാണുന്നതും അവര് പിന്നെ പ്രകാശാനന്ദ സരസ്വതിയെ കാണുന്നതും അങ്ങനെയൊക്കെ അവരുടെയൊക്കെ മനോഭാവമൊക്കെ മാറിയതും. പിന്നെ ഈവൻ സാർവഭൗമ ഭട്ടാചാര്യരുടെ അടുത്ത് ഈ ഗോവിന്ദൻ എപ്പോഴും തർക്കമായിരുന്നു. എപ്പോഴും ഗോവിന്ദനോടായിരുന്നു തർക്കിക്കുന്ന സാർവഭൗമ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം നാരായണനാണ്? അപ്പൊ അവരുടെ ആ മായാവാദി തത്വശാസ്ത്രം ഈ ഭക്തിയുടെ മാർഗത്തിന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒന്നാമത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ ഭഗവാന് രൂപമില്ല, അരൂപിയാണ്. പിന്നെ രണ്ടാമത് നാമജപം, ഭഗവാന്റെ നാമം അവർ ജപിക്കത്തേയില്ല ഒരിക്കലും. പിന്നീടാണ് ഈ ഗോവിന്ദനൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ വാക്കുതർക്കം ഉണ്ടായി. പിന്നെ ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് അങ്ങനെ അദ്ദേഹം കേട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ 7 ദിവസത്തെ അസോസിയേഷൻ, അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ഞാനും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പൊ അങ്ങനെ ആണ് അദ്ദേഹത്തിന് ആ കോൺസ്റ്റന്റ് അസോസിയേഷൻ 7 ദിവസത്തെ കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം ആ മുക്തിപദേ എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നിന്നും മാറി ഭക്തിപദേ എന്ന ആ ഒരു സങ്കല്പത്തിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ അതാണ് കാശീശ്വരനും ഗോവിന്ദനും. അപ്പൊ ഗോവിന്ദൻ എല്ലായ്പ്പോഴും മഹാപ്രഭുവിന്റെ സേവനത്തിൽ മുഴുകുകയും, അതായത് അത്യന്തം സ്നിഗ്ധമായ അവസ്ഥകളിൽ പോലും, അതായത് അത് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ അന്ത്യലീലകളില് ഭഗവാൻ ഈ ചില സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഭക്തിയുടെ വികാരം ഉണ്ടായിട്ട് ചില സമയത്ത് ഭഗവാനെ കാണുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നും. അദ്ദേഹം ഓടിപ്പോവും, ചിലപ്പം വൃക്ഷത്തെ കെട്ടിപ്പിടിക്കും. ഒരിക്കൽ ഇതുപോലെ പിന്നെ പോയി നദിയിൽ ചാടി. പിന്നെ അതുപോലെ ഭിത്തിക്കൊക്കെ തല കൊണ്ട് ഇട്ടിടിക്കും. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഒരു ഭക്തൻ ആ ഒരു ഭക്തിയുടെ ആ ഒരു പാരമ്യതയിലേക്ക് വരുമ്പോഴാ ഭഗവാനോടുള്ള ആ സെപ്പറേഷൻ സഹിക്കാൻ പറ്റാത്ത വരുമ്പോഴേ ഉണ്ടാകുന്ന ചില ശാരീരിക ലക്ഷണങ്ങളാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തി ചൈതന്യ മഹാപ്രഭു. അതാണ് അന്ത്യലീലയിൽ അതൊക്കെയാണ് വിവരിക്കുന്നത്. അപ്പൊ അന്ത്യലീല നമ്മൾ പഠിച്ചു വരുമ്പം അന്ത്യലീലയില് വിവരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ആ സമയത്തെല്ലാം ഈ ഗോവിന്ദനായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ സേവിച്ചിരുന്നത്. താൻഡ്ര സിദ്ധി കാലേ ദോൻഹേ താൻഡ്ര ആജ്ഞാപായ നീലാചലേ പ്രഭുസ്ഥാനേ മിലില ആസിയ. നീലാചലത്തിലെ അഥവാ ജഗന്നാഥപുരിയിലെ പ്രമുഖ ഭക്തന്മാരുടെ പട്ടികയിൽ കാശീശ്വരൻ 18-മതും ഗോവിന്ദൻ 19-മതുമാണ്. അവർ ഇരുവരും ഈശ്വരപുരിയുടെ അന്ത്യകാല ആജ്ഞ അനുസരിച്ച് ജഗന്നാഥപുരിയിൽ മഹാപ്രഭുവിന്റെ അടുത്ത് വന്നു. അപ്പൊ ഇവർ രണ്ടുപേരെ കുറിച്ചാണ് ഈ 139-ാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. അതായത് ജഗന്നാഥപുരിയില അല്ലെ, അതായത് നിലാചലത്തില ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ ഭക്തന്മാരുടെ പട്ടികയില 18-ാമത്തെ ആളാണ് കാശീശ്വരൻ. ഗോവിന്ദൻ എന്ന് പറയുന്നത് 19-ാമത്തേതാണ്. അപ്പൊ ഇവര് രണ്ടുപേരും
ഈശ്വരപുരിയുടെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹം അന്ത്യകാലത്ത് എപ്പോഴും പറയുമായിരുന്നു ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. അതേപോലെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ എന്താ പറയാ ഈശ്വരപുരി മാത്രമേ ചൈതന്യ മഹാപ്രഭുവിനെ ആ രീതിയിൽ മനസ്സിലാക്കിയുള്ളൂ. കാരണം അദ്ദേഹം മന്ത്രദീക്ഷ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ചൈതന്യ മഹാപ്രഭുവില് ഇത്രയും ആ ഭക്തിയുടെ അല്ലെങ്കിൽ ആ നാമജപത്തിന്റെ ആ കാഠിന്യം, അല്ലെങ്കിൽ അദ്ദേഹം അതുവരെ അദ്ദേഹം എന്താ വൈഷ്ണവനായിരുന്നെങ്കിലും അത്രയും അദ്ദേഹത്തിന്റെ ആ ഉള്ളിലുള്ള ആ വികാരങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് നാമജപത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ നാമജപം കൊണ്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനുണ്ടാകുന്ന മാറ്റങ്ങള്. അപ്പൊ ഇതൊക്കെ സാധാരണഗതിയിൽ സാധാരണ ഒരു ഭക്തൻ നമ്മളൊരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചിരിക്കുമ്പോഴാ നമ്മള് പിന്നീട് നമ്മുടെ ഭക്തി സാധനയിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു ഭഗവത് ഭക്തി വികാര മനോഭാവമാണ്. അപ്പൊ ആ അതാണ് ഭാവം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാവം, അല്ലെങ്കിൽ നിത്യാനന്ദ പ്രഭുവിന്റെ ഭാവം, ഭഗവാന്റെ ഭാവം, ഇതൊക്കെ എന്ന് വെച്ചാൽ അത് സാധാരണ ജീവാത്മാക്കൾക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. ഈവൻ അദ്ദേഹത്തിന്റെ എറ്റേണൽ അസോസിയേറ്റ്സ്, ഇപ്പൊ ഭഗവാൻ വ്രജലീലയില്ല, കൂടുതലും അദ്ദേഹത്തിനോടൊപ്പം ഗോപന്മാരുണ്ടായിരുന്നു. അതിലുപരി ബലരാമനുണ്ട്. ബലരാമൻ ആ ചെറിയ സമയത്ത് രണ്ടുപേരും അവര് ചെറുപ്പകാലത്ത് വൃന്ദാവനത്തിലെ ലീലകളൊക്കെ ആടുന്ന സമയത്ത് എപ്പോഴും ബലരാമന് മാത്രമേ അദ്ദേഹത്തിന്റെ ആ മൂഡ് മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഭഗവാൻ എപ്പോഴും ആ മൂഡല്ല ചൈതന്യ മഹാപ്രഭുവിന്. ഇപ്പം നമ്മള് വ്രജലീല എടുത്ത് നോക്കുമ്പോഴാ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീല എടുത്ത് നോക്കുമ്പോൾ ഭഗവാൻ എപ്പോഴും ആനന്ദമാണ്. അതാണ് ഭഗവാനും ഭഗവാന്റെ നാമവും ആനന്ദാംബുതി വർദ്ധനമാണ്. അപ്പം ഭഗവാൻ സർവ്വസമയം ഇപ്പൊ തന്നെ പക്ഷേ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ആ ആനന്ദദായകനായിട്ടുള്ള ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ള ഭക്തിയുടെ ഭാവം ഒരു ഭക്തൻ എങ്ങനെ കൈവരിക്കണം, അതൊക്കെ ഏതെല്ലാം മാർഗങ്ങളിലൂടെ അദ്ദേഹം അത് സ്വീകരിക്കണം, എങ്ങനെ അദ്ദേഹം മറ്റുള്ളവരുമായിട്ട് അത് അസോസിയേറ്റ് ചെയ്യണം, ഈ ആ മനോഭാവം എങ്ങനെ ജീവിതത്തിൽ കൈവരിക്കാം, ഇതൊക്കെയാണ് ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ചത്. ഭഗവാൻ തന്നെയാണെങ്കിലും കലിയുഗത്തില് ഭഗവാൻ ഒരു ഭക്തന്റെ രൂപത്തിൽ ഭഗവാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും പെട്ടെന്ന് ഭഗവാൻ ആ ഭക്തി കിട്ടില്ല. പക്ഷെ ഒരാള് ഭക്തി ആ ഭാവത്തോടുകൂടി ഭക്തിമാർഗം സ്വീകരിച്ച് അത് ആചരിച്ച് കാണിക്കുമ്പോഴാണ് മറ്റുള്ളവരും അത് ഇൻസ്പയർ ആകുന്നത്. വിശേഷിച്ച് ചൈതന്യ മഹാപ്രഭു എവിടെ പോയാലും ആരെയൊക്കെ കാണുന്നവരോടെല്ലാം ഭഗവാന്റെ നാമം, കൃഷ്ണനാമം അദ്ദേഹം അവരുടെ മുന്നിൽ ജപിച്ച് കേൾക്കുമ്പോഴാ ആ ഭഗവാന്റെ ആ നാമത്തിന്റെ മാധുര്യം ഭഗവാൻ സ്വയം ജപിക്കുന്നത് കൊണ്ട് മറ്റൊരാളിന്റെ ശ്രവണേന്ദ്രിയങ്ങളിലൂടെ അത് ശ്രവിക്കുമ്പോഴാ അങ്ങനെയാണ് അവർക്കത് കൂടുതൽ ആ ലാളിത്യം അവർക്ക് കിട്ടുന്നത്, ആ നാമത്തിന്റെ. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ജഗന്നാഥപുരിയില് വന്നിട്ട് ഭഗവാനെ സേവിക്കണം എന്ന് ഈശ്വരപുരി അദ്ദേഹം ആജ്ഞ കൊടുത്തു. ഈശ്വരപുരിയാണ് ഇവരോട് പറഞ്ഞു കൊടുത്തത്. അതായത് ഗോവിന്ദനോടും ഈ സേവിക്കണം അദ്ദേഹം നിരന്തരമായ. അതാണ്. അപ്പൊ നമുക്ക് ഭക്തി എന്ന് പറയുന്നത് നമുക്ക് പറയുമല്ലോ, അതായത് അദ്ദേഹം ഒരു വൈഷ്ണവനായിട്ട് തന്നെയാണ് നടന്നത് അല്ലെ, ഭക്തനായിട്ട്. അപ്പൊ നിരന്തരമായിട്ട് ആരാണോ ഭഗവാനെ സേവിക്കുന്നത്, ആരാണോ ഭക്തരെ സേവിക്കുന്നത്, ആരാണോ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അതൊക്കെ ചൈതന്യ മഹാപ്രഭു പ്രകടമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ ആ ലീലകളില്. അദ്ദേഹം ഈ ഇനിഷ്യേഷനൊക്കെ ദീക്ഷയൊക്കെ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ചെന്നിട്ട് അദ്ദേഹം എപ്പോഴും സദാസമയം ഇങ്ങനെ നാവിൽ നിന്ന് നാമം മന്ത്രജപം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം ഒരു ദിവസം ചോദിച്ചു,
ഗുരുദേവ അങ്ങ് എന്ത് തരത്തിലുള്ള മന്ത്രമാണ് എനിക്ക് തന്നിരുന്നത്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ നാവിൽ നിന്ന് പോകുന്നില്ല. ഞാൻ ഇതങ്ങോട്ട് നാമം ജപിച്ച് ജപിച്ച് ഞാൻ നൃത്തം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ശരീരത്തെ മറക്കുന്നു, ഞാൻ എൻ്റെ പരിസരത്തെ മറക്കുന്നു. എനിക്കറിയില്ല എന്താ ഇത്രമാത്രം. അങ്ങനെയാണ് ആക്ച്വലി നമ്മളും നാമം ജപിക്കുമ്പോൾ നമുക്കൊക്കെ അനുഭവപ്പെടേണ്ട ഒരു വികാരമാണത്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് അതുപോലുള്ള വികാരം അനുഭവപ്പെടാത്ത? അദ്ദേഹം ഈവൻ വാഷ്റൂമിൽ പോകുമ്പോഴും നാവിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹം നാവ് കടിച്ചു പിടിച്ചിട്ട് അങ്ങനെയായിരുന്നു. അപ്പൊ എന്ന് പറയുന്നത് പോലെ എപ്പോഴും ആ നാമം ജപിക്കുക, സതതം കീർത്തി എന്തോമാന്ന് ഭഗവാൻ പറയുന്നു. ഓൾവേസ് റിമെമ്പർ കൃഷ്ണ എന്ന് നമുക്ക് പുരാണങ്ങൾ പറഞ്ഞു തരുന്നു. ഉൾക്കൊള്ളുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് എന്താണ്? ആ ഭക്തന്മാരുടെ പാതാരവിന്ദങ്ങളെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഭക്തന്മാരുടെ പാതാരവിന്ദങ്ങളെ നമ്മൾ പിന്തുടരുമ്പോഴാണ് അവരിൽ നിന്ന് നമുക്ക് അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് ആ ലീല കാട്ടിത്തന്നത്. അതായത് ഓരോരുത്തർക്കും ഇപ്പൊ നമ്മളിപ്പോ ഇതൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ശ്രീല പ്രഭുപാദ പറഞ്ഞത് കൊണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇത് പറയുമ്പോഴാ, അല്ലെങ്കിൽ നമ്മൾ ഇത് കേൾക്കുമ്പോഴാ, അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതം വായിക്കുമ്പോഴാ, പ്രഭുപാദയുടെ ഭാവാർത്ഥത്തിൽ കൂടി നമ്മൾ ഇത് മനസ്സിലാക്കുമ്പം നമ്മളും നേരിട്ട് കാണുന്ന ഒരു അനുഭൂതി നമുക്കും ഉണ്ടാകണം. അപ്പൊ അത് തന്നെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്നത്തെ കാലത്ത് ചൈതന്യ മഹാപ്രഭുവിനെ, അതായത് കൃഷ്ണ പ്രേമത്തിന്റെ മൂർത്തി ഭാവമായ ഇത്രയും സൗന്ദര്യവും ഇത്രയും ആകർഷണീയവുമായ ശ്രീ ചൈതന്യ അതായത് അദ്ദേഹത്തിന്റെ നിറം എന്താ? ചുട്ടു പൊള്ളുന്ന സ്വർണത്തിന്റെ, ചുട്ടുപഴുത്ത സ്വർണത്തിന്റെ നിറമാണ്, തങ്കത്തിന്റെ നിറം. നീണ്ട താമര ഇതള് പോലുള്ള കണ്ണുകള്, ഉയർന്ന നല്ല നീണ്ട നാസിക, ചുമന്ന ചുണ്ടുകള്, ഭഗവാന്റെ അതേ സൗന്ദര്യം, പക്ഷെ കളറിന് മാത്രം വ്യത്യാസം. അതിൽ ഒരു സന്യാസ വേഷം കൂടെ ആകുമ്പം എന്താ പറയാ, അതുപോലെ തന്നെ കാൽമുട്ടിന് താഴെ നീണ്ടു കിടക്കുന്ന പിന്നെ കൈകള്, ബാഹുക്കള്, പിന്നെ അദ്ദേഹത്തിന്റെ ആ ആകാര വടിവും സൗകുമാര്യവും ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യരെയും, അതാണ് ഈവൻ സാർവഭൗമ ഭട്ടാചാര്യരെ വരെ ആകർഷിച്ചത്. അപ്പൊ ആരെയും ആകർഷിക്കുന്ന, ആരെയും വശീകരിക്കുന്ന സൗന്ദര്യമാണ് ഭഗവാൻ എന്ന് പറയുന്ന സർവ്വ ആകർഷകനാണ്. അപ്പൊ രാധാറാണിയുടെ ഭാവവും കൂടെ ആ ശരീരത്ത് വരുമ്പോഴത്തേക്ക്, അപ്പൊ രണ്ടിന്റെയും കൂടെ സംയുക്തമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും നമ്മുടെ ഭഗവാൻ രാധാറാണിയുടെയും സംയുക്തമായിട്ടുള്ള ആ സൗന്ദര്യം വരുമ്പം എല്ലാവരും ആകർഷിക്കും, എല്ലാവരെയും ആകർഷിക്കും. അപ്പൊ അതാണ് ജീവാത്മാക്കളുടെ ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം, ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെടുക. എങ്ങനെയാണ് ഭഗവാനിലേക്ക് നാം ഓരോരുത്തർ, അതാണ് സവൈ പുംസാം പരോധർമ്മം. അതായത് ഓരോ മനുഷ്യന്റെയും പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് എന്താ? യഥോ ഭക്തിർ അധോക്ഷജ, അധോക്ഷജനിലുള്ള ഭക്തി വളർത്തിയെടുക്കുക, ഭഗവാനുള്ള ഭക്തി വളർത്തിയെടുക്കുക. അത് അഹൈതുകി അപ്രതീഹത, അത് അഹൈതുകമായിരിക്കണം, അപ്രതീഹിതമായിരിക്കണം. എന്താണ് അഹൈതുകി അപ്രതീഹത യയാത്മാ സുപ്രസീദതി. അപ്പൊ അതാണ് പരമമായിട്ടുള്ള ധർമ്മം. ശ്രീമദ് ഭാഗവതം പറയുന്ന അതാണ്. അപ്പൊ ഇതെല്ലാം എന്തിനാണ് പറയുന്നത്? നമുക്ക് ഭഗവാന്റെ ഓരോ പിന്നെ ലീലകളിലൂടെയും ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാര് പോലും അദ്ദേഹത്തെ ആർക്കും അനുകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഭഗവാനെ സേവിക്കുന്നത് വഴി അവര് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ആ ആനന്ദ നിർവൃതി അവർക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ അത് കേൾക്കുന്നവർക്കും അത് പറയുന്നവർക്കും ഒരേപോലെ അത് അവർക്ക് സ്വയം അനുഭവിക്കാൻ കഴിയണം. അതാണ് ചൈതന്യ ചരിതാമൃതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിനകത്ത് എന്താണ്? പ്രേമമാണ്. പ്രേമം കൊണ്ട് പൊതിഞ്ഞ മാധുര്യം, അതാണ് പ്രേമത്താൽ പൊതിഞ്ഞ മാധുര്യമാണ് ചൈതന്യ ചരിതാമൃതത്തിന്. ഓക്കെ. ഗുരുര സംബന്ധേ മാന്യ കൈല ദുൻഹാരകാരെ താൻര ആജ്ഞാമാനി സേവാദിലേന ദുൻഹാരെ. കാശീശ്വരനും ഗോവിന്ദനും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് ഗുരു സഹോദരന്മാരായിരുന്നു. അതിനാൽ അവർ വന്നയുടനെ മഹാപ്രഭു അവരെ യഥോചിതം ആദരിച്ചു. എങ്കിലും മഹാപ്രഭുവിന് സ്വകാര്യ സേവനം നൽകാൻ ഈശ്വരപുരി അവരോട് ആജ്ഞാപിച്ചതിനാൽ അവിടുന്ന് അവരുടെ സേവനം സ്വീകരിച്ചു. ഇപ്പൊ കാശീശ്വരനോടും ഗോവിന്ദനോടും ഈശ്വരപുരിയാണ് ആജ്ഞ പറഞ്ഞത്, ആജ്ഞാപിച്ചത്. എന്ത്?
ഭഗവാനെ പോയി, അതായത് മഹാപ്രഭുവിന് ജഗന്നാഥപുരിയിൽ പോയി മഹാപ്രഭുവിന് കൊടുക്കണം, നിങ്ങൾ സേവനം കൊടുക്കണമെന്ന്. ആക്ച്വലി ചൈതന്യ മഹാപ്രഭുവിന് ഇവര് ഗുരു സഹോദരന്മാരായിരുന്നു, കാശീശ്വരനും ഗോവിന്ദനും. അപ്പൊ മഹാപ്രഭു അവരെ ആദരിക്കുകയും ചെയ്തു. മഹാപ്രഭു പറയുന്നത് എന്താ? അമാനിന മാനദേന, എല്ലാവരെയും ബഹുമാന പുരസ്സരം കണ്ട് ആദരിക്കുക, എല്ലാവരെയും ആദരിക്കുക, എല്ലാവർക്കും ബഹുമാനം കൊടുക്കുക, ഒരു ബഹുമാനവും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പാടില്ല. അമാനിന മാനദേന കീർത്തനീയ സദാഹരി, എങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ഭഗവാന്റെ തിരുനാമം എന്താണ് ഇടതടവില്ലാതെ വെള്ളച്ചാട്ടം പോലെ ആയിരിക്കണം. സതതം കീർത്തയന്തോ മാം. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാവിൻ തുമ്പിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും എന്താ പറയാ, എല്ലാവരെയും ആദരിക്കണം. വിശേഷിച്ച് ഗുരുതുല്യരായവരെ, ഭക്തന്മാരെ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ മുതിർന്ന വൈഷ്ണവ സന്യാസിമാരെ, ഗുരുക്കന്മാർക്ക് തുല്യമായിട്ടുള്ള ആൾക്കാരെ, ഇവരെ എല്ലാവരും നമ്മൾ ആദരിക്കേണ്ടവരാണ്. അവർക്ക് അവരുടെ അർഹിക്കുന്ന ആദരവ് നമ്മൾ കൊടുത്തിരിക്കണം. തിരിച്ചൊന്നും ഇങ്ങോട്ടല്ല പ്രതീക്ഷിക്കേണ്ടത്. എല്ലാവരും എന്നെ ഒന്ന് ആദരിച്ചാൽ എന്താ? അങ്ങനെയല്ല. എല്ലാവരുടെ നമ്മുടെ ആദരവ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അവിടെയാണ് ഭഗവാൻ നമ്മുടെ വിനയം കണ്ട് നമ്മളെ ഭക്തിയുടെ സേവനത്തിൽ ഉയർത്തുന്നത്. അപ്പം ചൈതന്യ മഹാപ്രഭു ഇവര് വന്ന സമയം തന്നെ ഇവരെ ഭഗവാൻ എന്തിനാ അവരെ ആദരിക്കുന്നത്? അദ്ദേഹം എന്താ ഗുരു സഹോദരന്മാരായിട്ടാണ് അവരെ കണ്ടത്. ഗുരു സഹോദരൻ എന്ന് വെച്ചാൽ ഈ എന്താ ഈശ്വരപുരിയുടെ സഹോദരന്മാരായിട്ടാണ് അവരെ കണ്ടത്. കാരണം അദ്ദേഹം തന്നിൽക്കാട്ടിൽ ഉയർന്നവരായിട്ടാണ് അവരെ കണ്ടത്. എന്നാലും മഹാപ്രഭുവിന് സ്വകാര്യ സേവനം ഈശ്വരപുരി ആണല്ലോ ആജ്ഞാപിച്ചത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവരുടെ സേവനവും മഹാപ്രഭു സ്വീകരിച്ചു. അംഗസേവാ ഗോവിന്ദേരെ ദിലേന ഈശ്വര ജഗന്നാഥ ദേഖിതേ ചലേന ആകെ കാശീശ്വര. ഗോവിന്ദൻ മഹാപ്രഭുവിന്റെ തിരുവുടലിനെ സേവിച്ചു. മഹാപ്രഭു ജഗന്നാഥനെ ദർശിക്കാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്റെ മുന്നിൽ നടന്ന് കാശീശ്വരൻ സംരക്ഷണം നൽകി. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും ഡ്യൂട്ടി എന്തൊക്കെയായിരുന്നു എന്ന് നോക്കുവാണെങ്കിൽ എപ്പോഴും ഭഗവാന്റെ തിരുവുടലിനെ സേവിക്കുകയായിരുന്നു ഗോവിന്ദൻ. അതാണ് വാപ്പു സേവ. ഇപ്പൊ നമ്മൾ ഗുരുവിനെ സേവിക്കും, ഗുരുവിനെ വാപ്പു സേവ ചെയ്യും. അതേപോലെ മഹാപ്രഭുവിനെ വാപ്പു സേവ, ഭഗവാന്റെ ശരീരത്തിനെ തിരുവുടലിനെ സേവിക്കുന്നതിനാണ് എന്താ പറയുന്നത് വാപ്പു സേവ. അപ്പൊ അദ്ദേഹം ഭഗവാന്റെ ഗോവിന്ദൻ ചെയ്തത് എന്താണ്? മഹാപ്രഭുവിന്റെ തിരുവുടലിനെ സേവിക്കുകയും ജഗന്നാഥനെ ദർശിക്കാനായിട്ട് ജഗന്നാഥപുരിയിലേക്ക് പോകുമ്പോൾ കാശീശ്വരൻ മുന്നേ തന്നെ നടന്നിട്ട് മഹാപ്രഭുവിന് സംരക്ഷണം നൽകി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ അമ്പലങ്ങളിലേക്ക് പോകുമ്പം അവര് ചിലപ്പോൾ ചിലർക്ക് അറിയാൻ പറ്റില്ല ഇത് ആരാണെന്ന്. ചൈതന്യ മഹാപ്രഭു എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നോക്കും, അത്ര ആകർഷണമാണ്. പക്ഷെ എന്നാലും ചില ആൾക്കാർ പണ്ടൊരിക്കൽ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരിക്കൽ ഒരു സ്ത്രീ ഭഗവാനെ ജഗന്നാഥനെ കാണാനുള്ള വ്യഗ്രതയില ഗരുഡ സ്തംഭത്തിന്റെ അടുത്തല്ല, ഭഗവാൻ അതിന്റെ മുന്നിലുള്ള ഗരുഡ സ്തംഭത്തിന്റെ മുന്നിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് അദ്ദേഹത്തിന്റെ തോളത്ത് ചവിട്ടി നിന്ന് ജഗന്നാഥനെ കണ്ടു, ദർശനം എടുത്തു. പിന്നീടാണ് ആൾക്കാർ മനസ്സിലാക്കിയ സ്ത്രീയെ വഴക്ക് പറഞ്ഞു അപ്പോഴാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് എന്താണ്, അവര് എന്താ ജഗന്നാഥനെ കാണാനുള്ള ഈഗർനെസ് എത്രമാത്രം ഉണ്ട്, എനിക്ക് ആ ഒരു ഈഗർനെസ് ഇല്ല എന്ന്. കാരണം അങ്ങനെ വേണമെന്നാണ്. അപ്പൊ അതേപോലെ ഒരുപാട് ആൾക്കാര് ഭഗവാനെ കാലേ തട്ടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കാശീശ്വരൻ എന്താ ചെയ്യുന്നത്, ഭഗവാൻ നടക്കുമ്പോഴാ ജഗന്നാഥപുരിയിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം മുന്നിൽ നിൽക്കും, മുന്നിൽ നിന്നിട്ട് ഭഗവാനെ സംരക്ഷിക്കുമായിരുന്നു. അപരശയായ ഗോസാനി മനുഷ്യ ഗഹനെ മനുഷ്യഠരി പഥകരേ കാശി ബലവാനെ. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ബലവാനായ കാശീശ്വരൻ തന്റെ കൈകളാൽ ജനങ്ങളെ ഇരുവശത്തേക്കും തള്ളി മാറ്റി വഴി തെളിച്ചുകൊണ്ട് ഭഗവാൻ ആരെയും സ്പർശിക്കാതെ കടന്നു പോകാൻ സൗകര്യമൊരുക്കി. അപ്പൊ അങ്ങനെയാണ്. അതായത് ഇപ്പൊ തന്നെ ഗുരുക്കന്മാരും ഒക്കെ ആയാലും വരുന്ന സമയത്ത് ചില ആൾക്കാർ പോയി അവരുടെ പാദങ്ങളെ തൊടും, ചില ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തില ഗുരു ആണെന്നോ ഭഗവാനാണെന്നോ ഒന്നും നോക്കത്തില്ല, അത്ര തിരക്കാണ് ജഗന്നാഥപുരിയില്. അപ്പൊ അങ്ങനെ അത് സംഭവിക്കാതിരിക്കാൻ കൈകൊണ്ട് തള്ളി ആൾക്കാരെ ജനക്കൂട്ടത്തെ തള്ളി മാറ്റി
ഭഗവാന് സ്മൂത്തായിട്ട് നടന്നു പോകാനുള്ള വഴിയൊരുക്കുമായിരുന്നു ആര്? കാശീശ്വരൻ. ഭഗവാനെ ആരും സ്പർശിക്കാതിരിക്കാനായിട്ട്. ഭഗവാൻ അത്ര പ്യൂരിറ്റി ഉള്ള ആളാണ്. വിശേഷിച്ച് സന്യാസിയാകുമ്പം ആരും തൊഴാൻ പാടില്ല. ഇപ്പൊ തന്നെ ജഗന്നാഥപുരി എന്നൊക്കെ പറഞ്ഞ അതൊരു പൊതുക്ഷേത്രമാണ്, മഹാക്ഷേത്രമാണ്. അവിടെ പല ആൾക്കാരും വരും, പലതരത്തിൽ. ഇപ്പൊ വൃന്ദാവനത്തിൽ തന്നെ ആയാലും നമ്മള് ഭക്തന്മാര് തന്നെയല്ല അവിടെ പോകുന്നത്, അവിടെ പലതരത്തിലുള്ള ആൾക്കാർ വരും. ഇപ്പം എന്ന് പറയുന്ന പോലെ ജഗന്നാഥപുരിയിലായാലും പലതരത്തിലുള്ള ആൾക്കാർ. ഒരു അമ്പലമാകുമ്പം ആർക്കും നമുക്ക് വിവേചിക്കാൻ പറ്റില്ല ആരാണെന്ന്. പക്ഷെ എന്നാലും ഭഗവാനെ സംരക്ഷിക്കും. ഇപ്പൊ ഭഗവാനെ നമുക്ക് സംരക്ഷിക്കാവുന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. അദ്ദേഹത്തെ എങ്ങനെ അദ്ദേഹം ഒരു സന്യാസി ആയ നിലയ്ക്ക് അദ്ദേഹം ഭഗവാനായിട്ട് മറ്റുള്ളവര് കാണണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ചുമതലയായിരുന്നു കാശീശ്വരൻ ഏറ്റെടുത്തത്. രാമായി നന്ദായി ദോൻ ഹേ പ്രഭുര കിങ്കാര ഗോവിന്ദേര സംഗേ സേവാ കരേ നിരന്തര. ജഗന്നാഥപുരിയിലെ പ്രധാന ഭക്തന്മാരിൽ 20-ാമനും 21-ാമനുമായിരുന്ന രാമായിയും നന്ദായിയും മഹാപ്രഭുവിനെ സേവിക്കുന്നതിനായി 24 മണിക്കൂറും ഗോവിന്ദനെ സഹായിച്ചു. അപ്പൊ നമ്മള് ഭഗവാന് സേവ ചെയ്യുമ്പോഴാ നമുക്ക് നേരിട്ട് ഭഗവാന് സേവ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ പൂജാരികളുണ്ട്, മെയിൻ പൂജാരികൾ. അവരായിരിക്കും ആ പൂജാ കാര്യങ്ങൾ സേവനം അനുഷ്ഠിക്കുന്നത്. പക്ഷെ അവരെ സഹായിക്കാൻ വേറെ ഒരുപാട് ആൾക്കാർ കാണും അമ്പലത്തില്. പിന്നെ അവരെ പുറത്തുനിന്ന് സഹായിക്കുന്ന സേവകര് കാണും. അങ്ങനെ അതൊരു ലിങ്ക് പോലെയാണ്. അപ്പൊ അതേപോലെ ഇപ്പൊ ഭഗവാനെ എന്താ പറയാ, രാമായിയും നന്ദായിയും, അപ്പൊ അവര് എങ്ങനെയാണ് ഗോവിന്ദൻ ഭഗവാനെ 24 മണിക്കൂറും സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദൻ. ആദ്യം നമ്മൾ പറഞ്ഞത് ഗോവിന്ദനും കാശീശ്വരനുമാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ കാശീശ്വരനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഗോവിന്ദന്, ഭഗവാന്റെ ശരീരത്തിന്റെ തിരുവുടലിന്റെ സേവനം ഏറ്റെടുത്ത ആളാണ് ഗോവിന്ദൻ. അപ്പൊ ഈ ഗോവിന്ദനെ സഹായിക്കാൻ ഇപ്പൊ ഭഗവാന് വേണ്ട എല്ലാവിധ, ഇപ്പം വസ്ത്രമായാലും ഭഗവാന്റെ ഭക്ഷണമായാലും, അതേപോലെ തന്നെ ഭഗവാന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ തിലകം, അദ്ദേഹത്തിന്റെ പൂണൂല്, ഇപ്പൊ ഇതെല്ലാം നോക്കുന്നത് ഗോവിന്ദനാണ്. അദ്ദേഹത്തിന് വിശ്രമം, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാമജപം, ഇതെല്ലാം ഓരോ കാര്യങ്ങളും ഗോവിന്ദനാണ് നോക്കുന്നത്. അപ്പം ഈ നന്ദായും രാമായും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് 20ഉം 21ഉം പ്രധാന ഭക്തന്മാരിൽ 2 പേരാണ്. അപ്പൊ അവര് 24 മണിക്കൂറും ഭഗവാനെ സേവിക്കുമ്പോൾ ഗോവിന്ദനെ സഹായിയായിട്ടാണ് ഇവര് പ്രവർത്തിച്ചത്. ജലദീനെ ഭരേന രാമായി ഗോവിന്ദ ആജ്ഞായ സേവ കരേന നന്ദായി. നന്ദായി ഗോവിന്ദനെ നേരിട്ട് സഹായിച്ചപ്പോൾ രാമായി ദിവസവും 22 വലിയ ജലകുംഭങ്ങളിൽ ജലം നിറച്ചു. അപ്പം കൃഷ്ണലീലയില ഭഗവാന് പാലും ജലവും നൽകിക്കൊണ്ടിരുന്ന 2 ഭൃത്യന്മാര്, അവരാണ് ഈ രാമായിയും നന്ദായിയും. അവരുടെ പേര് ഇതിനകത്ത് പറയുന്നില്ലെങ്കിലും ഗൗര ഗണേശോദേവ ദീപികയിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കൃഷ്ണലീലയില ഭഗവാന് പാലും ജലവും നൽകിക്കൊണ്ടിരുന്ന 2 ഭൃത്യന്മാരാണ് ഇന്ന് ചൈതന്യ ലീലയില ഈ രാമായി ആയിട്ടും നന്ദായി ആയിട്ടും വന്നത്. അപ്പം നന്ദായി ഗോവിന്ദനെ നേരിട്ട് സഹായിച്ചു. അപ്പൊ രാമായി എന്താ ചെയ്യുന്നത്? 22 വലിയ ജലകുംഭങ്ങളില് ജലം നിറയ്ക്കുമായിരുന്നു. ഭഗവാന് അന്ന് ഓരോ ദിവസത്തേക്കും ആവശ്യമായിട്ടുള്ള സ്നാനത്തിനും ശുദ്ധീകരണത്തിനും ഒക്കെയുള്ള ജലം നിറയ്ക്കുന്നത് രാമായുടെ ജോലിയായിരുന്നു. കൃഷ്ണദാസ നാമ ശുദ്ധ കുലീന ബ്രാഹ്മണ യാരേ സംഗേ ലേയ കൈലാദക്ഷിണാഗമാന. 22ാമത്തെ ഭക്തനായ കൃഷ്ണദാസൻ ശുദ്ധവും കുലീനവുമായ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. ചൈതന്യ ഭഗവാൻ ദക്ഷിണ ഭാരത പര്യടനം നടത്തിയപ്പോൾ കൃഷ്ണദാസനെ തന്റെ ഒപ്പം കൂട്ടി. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത ഭക്തൻ 22ാമത്തെ ഭക്തനാണ് കൃഷ്ണദാസൻ. കൃഷ്ണദാസൻ ആക്ച്വലി ഭഗവാന്റെ നേരിട്ടുള്ള ഒരു സേവകനായിരുന്നു. അദ്ദേഹം ശുദ്ധവും കുലീനമായ ബ്രാഹ്മണ കുടുംബത്തിലും ജനിച്ചതായിരുന്നു. പക്ഷേ ഈ മധ്യലീലയ്ക്കകത്ത് ഈ കൃഷ്ണദാസനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്.
അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ജലകുംഭം വഹിക്കുന്നതിന് ഭഗവാന്റെ കൂടെ അദ്ദേഹം പോയി. മലബാർ സംസ്ഥാനത്ത് വെച്ചിട്ട്, അപ്പൊ നമ്മള് കേരളത്തിൽ വന്ന സമയത്ത് അവിടെ ഈ പട്ടതിരികളുണ്ട്. പട്ടതിരി സമ്പ്രദായത്തിൽപ്പെട്ട ചില ആൾക്കാര് ഇദ്ദേഹത്തിനെ വഴിതെരിച്ചു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ചെന്ന ആളാണ്. അപ്പൊ ഇവിടുത്തെ ഈ കേരളത്തിൽ വന്നു കഴിഞ്ഞ ഈ പട്ടതിരിമാര് അവര് ഈ കൃഷ്ണദാസനെ എന്തൊക്കെയോ പറഞ്ഞ് ഇവരെ മാറ്റിയിട്ട് കൊണ്ടുവന്ന് സ്ത്രീകളെ വശീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വശീകരിച്ചു കൊണ്ടുവന്ന് സ്ത്രീയെ വശീകരിക്കാനായിട്ട് ഒരു സ്ത്രീയെ അയച്ചു കൃഷ്ണദാസനെ വശീകരിക്കുന്നതിനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം നമ്മുടെ ചൈതന്യ മഹാപ്രഭു ബംഗാളിൽ നിന്ന് വന്ന പരമ ഭക്തനായിട്ടുള്ള ഒരു സന്യാസിയാണ്. അപ്പൊ അദ്ദേഹത്തെ കണ്ടിട്ട് പട്ടതിരിമാരെന്ന് വെച്ച് കഴിഞ്ഞാല് കലിയുഗത്തിലെ ആൾക്കാർക്ക് ആർക്കും നമുക്കറിയാമല്ലോ, എല്ലാവരുടെയും ഈ എന്താ സ്ഥാനപ്പേര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്പൂതിരി, ഭട്ടതിരി എന്നൊക്കെ പറയുന്നെങ്കിലും ഇപ്പം ബ്രാഹ്മണരുടെ ഓരോ വംശമാണത്. പക്ഷെ എന്നാലും അവർക്കാർക്കും യഥാർത്ഥ ഭക്തിയില്ല. അവര് പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പരശുരാമന്റെ കാലത്ത് ഇതുപോലെ അന്നൊക്കെയുള്ള ഈ പിന്നെ ആൾക്കാരോട് അദ്ദേഹം നിങ്ങൾ വിഷുവിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങൾ ഹാർവെസ്റ്റ്, അതായത് കൊയ്ത്ത് സമയത്ത് നിങ്ങളുടെ പറമ്പിലുണ്ടാകുന്ന പിന്നെ എല്ലാ സാമഗ്രികളും ഭഗവാന് നിവേദിക്കണം. എല്ലാം കൊണ്ടുവന്ന് നിവേദിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഫലഭൂയിഷ്ടമായിട്ട് കഴിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾക്കുണ്ടാകും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ ഒരു മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നീട് തലമുറകൾ പോയി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? പരീക്ഷിക്കാൻ നോക്കി ഭഗവാന്. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ്. അതാ ദൈവത്തിന്റെ നാടാണ് കേരളം എന്ന് പറയുന്നെങ്കിലും ഇവിടുത്തെ ആൾക്കാർക്ക് ചില സമയത്ത് ചില അഹങ്കാരങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പൊ പറഞ്ഞതുപോലെ ഭട്ടതിരിമാരായാലും ഈ നമ്പൂതിരിമാരായാലും അതായത് ബ്രാഹ്മണ കുടുംബത്തിലുള്ളവരായാലും അതാണ് അവർക്കൊക്കെ ഈ കലിയുഗം വന്നപ്പോഴത്തേക്ക് അവർക്ക് ക്ഷയം സംഭവിച്ചത്. അവരുടെ കുലത്തിന് തന്നെ ക്ഷയം സംഭവിക്കാൻ കാരണം ഇതാണ്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് കൂടെ വന്ന പേഴ്സണൽ സെക്രട്ടറിയെ ഇവര് അവരെ വശീകരിച്ച് ഒരു സ്ത്രീയുടെ അടുത്തേക്ക് അയക്കാൻ ശ്രമിച്ചു. അപ്പം ചൈതന്യ മഹാപ്രഭുവിന് ചെന്നേച്ച് ചോദിക്കും, ഞാനൊരു സന്യാസിയാണ്, എൻ്റെ പിന്നെ നേരിട്ടുള്ള സേവനം ചെയ്യാനായിട്ട് എൻ്റെ കൂടെ വന്ന ഈ ആളിനെ നിങ്ങൾ ഇങ്ങനെ പിന്നെ വശപ്പെടുത്തി സ്ത്രീകളുടെ വിഷയത്തിൽ ഏർപ്പെടുത്തിയത് എന്തിനാണ്? നിങ്ങൾ എന്തിനാണ് ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ഈ തരത്തിൽ എന്നോട് ഇങ്ങനെ കാട്ടിയത് എന്ന് ചൈതന്യ മഹാപ്രഭു അവരോട് ചോദിച്ചിട്ട് അവരെ പിന്നീട് ഭഗവാന്റെ തന്നെ ആ ഒരു ഇത് അവർക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോയുണ്ട്, ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ഇവരുടെ നേരെ പിന്നെ ഇങ്ങനെ ആക്രോശിക്കുന്നതിൻ്റെതായിട്ടുള്ള പട്ടതിരികൾ. അപ്പൊ അങ്ങനെ ആണ് അദ്ദേഹം അവരുടെ വായിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ അവര് വശപ്പെടുത്തി അവര് ശരിയാക്കിയേനെ. കാരണം നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുമ്പോഴും മായ എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പം ഭഗവാന് നേരിട്ട് സേവനം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ കൃഷ്ണദാസൻ. അപ്പൊ ഈ കൃഷ്ണദാസനെയാണ് പട്ടതിരിമാര് വശപ്പെടുത്തി അവരുടെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചത്. പക്ഷെ അവിടുന്ന് ഭഗവാൻ അദ്ദേഹത്തെ രക്ഷിച്ച് ജഗന്നാഥപുരിയില് മടങ്ങിയെത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും കൃഷ്ണദാസനെ എൻ്റെ അടുത്ത് വിട്ടേക്കരുതെന്ന്, അവനെ ഇനി എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു. മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയാൽ ആകർഷിക്കപ്പെട്ട ഒരു സഹായിയോട് ഒരു തരത്തിലും അനുകൂലമായ ചായ്വ് കാട്ടാൻ മഹാപ്രഭു തയ്യാറായില്ല. അപ്പൊ അങ്ങനെ നേരിട്ട് സഹവാസം ഒന്ന് ആലോചിച്ച് എത്ര മാത്രം ഭാഗ്യവാനാണ് അദ്ദേഹം. ഭഗവാനോടൊപ്പം കൂടെ സഞ്ചരിക്കാൻ ഒരു അവസരം കിട്ടിയതാണ്. അപ്പൊ മായ എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏത് സമയത്തും അപകടം പതിയിരിപ്പുണ്ട്. പദം യത് വിപദംന തേഷാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഭഗവാനെ തന്നെ നേരിട്ട് സേവിച്ചു കൊണ്ട് നടന്ന ആളാണ് കൃഷ്ണദാസനെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ പോലുള്ള ഭട്ടതിരിമാരുടെ വലയിൽ വീണുപോയി. അപ്പൊ എങ്ങനെയൊക്കെയാ ഏത് തരത്തിലാണ് മായ വന്ന് നമ്മളെ പിടികൂടുന്നത് നമുക്കൊരിക്കലും
മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും നമ്മൾ എന്താണ് ഭക്തിയില നാമജപത്തെ എപ്പോഴും നമ്മൾ ആശ്രയിക്കണം. കൂടുതൽ ഭക്തന്മാരുടെ സഹവാസത്തിൽ ഇരിക്കണം. ഒരു തരത്തിലും നമ്മൾക്ക് ഭക്തന്മാരുടെ സഹവാസത്തിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. അപ്പം ഈ ഭക്തന്മാരുടെ സഹവാസത്തിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് ഈ പറഞ്ഞതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ഈ തിരിച്ചു ജഗന്നാഥപുരിയിൽ വന്നതിന് ശേഷം പറഞ്ഞു, ഇനി മേലാൽ അവനുമായിട്ട് എനിക്ക് യാതൊരു സഹവാസവും പാടില്ല, എൻ്റെ മുന്നിലേക്ക് അവനെ കൊണ്ടുവരുകയോ ചെയ്തേക്കരുത് എന്ന് പറഞ്ഞു. ബലഭദ്ര ഭട്ടാചാര്യ ഭക്തി അധികാരി മധുരാഗമനെ പ്രഭുരായേൻഹു ബ്രഹ്മചാരി. 23ാമത്തെ മുഖ്യ സഹായിയും വിശ്വസ്ത ഭക്തനുമായിരുന്ന ബലഭദ്ര ഭട്ടാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിന്റെ മധുരാ പര്യടന വേളയിൽ അവിടുത്തെ ബ്രഹ്മചാരിയായി പ്രവർത്തിച്ചു. ഇനി അടുത്ത ആളാണ് ബലഭദ്ര ഭട്ടാചാര്യൻ. അപ്പൊ അദ്ദേഹം ബലഭദ്ര ഭട്ടാചാര്യ ഒരു സന്യാസിയുടെ സ്വകാര്യ സഹായി അഥവാ ബ്രഹ്മചാരിയായിട്ടാണ് പ്രവർത്തിച്ചു വന്നത്. സന്യാസിമാര് ഇപ്പം എവിടെങ്കിലും പോകുന്ന ഉടനെ അവർക്ക് പാചകം ചെയ്തു കൊടുക്കാൻ, അവരുടെ വസ്ത്രങ്ങൾ അലക്കാൻ, അവരുടെ കമണ്ടലു, അവരുടെ ദണ്ണ് ഇതൊക്കെ പിടിക്കുന്നത് ഈ എന്താ സ്വകാര്യ സഹായിയാണ്. അപ്പൊ തന്നെ ഈ ഒരു ഗൃഹസ്ഥാശ്രമയുടെ ഒരു സന്യാസി സാധാരണയായി ഏതെങ്കിലും ഒരു ഗൃഹസ്ഥാശ്രമയുടെ ഭവനത്തിൽ നിന്ന് പ്രസാദം സ്വീകരിക്കും. ഇപ്പൊ തന്നെ അവരിപ്പം സന്യാസിമാര് പിന്നെ ഗൃഹസ്ഥരുടെ എല്ലാ വീടുകളിൽ നിന്നും, അന്നൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടുത്തെ പോലെ നമ്മുടെ ഇന്നത്തെ നാട്ടിലെ പോലെ പരക്കെ ഇങ്ങനെ പിന്നെ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നവരല്ലായിരുന്നു. അന്നൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള പറഞ്ഞ പോലുള്ള പിന്നെ ബ്രാഹ്മണര് ഒക്കെ ഉള്ള സമയമായിരുന്നു. അപ്പൊ ആ ഗൃഹസ്ഥരായിട്ടുള്ള ബ്രാഹ്മണരുടെയൊക്കെ അടുത്ത് പോയി അദ്ദേഹം ഇങ്ങനെ ഭിക്ഷ പോലെ സന്യാസിക്ക് അവര് ഭിക്ഷ വിളിച്ചു തന്നെ കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹം ഭക്ഷണം സ്വീകരിക്കുമായിരുന്നു. അപ്പം ബ്രഹ്മചാരി സഹായിക്കും. ബ്രഹ്മചാരി സഹായിക്കുന്നത് ഇപ്പം പിന്നെ ഒരുപക്ഷെ ഈ സന്യാസി നേരിട്ട് പോവില്ല. ഇപ്പൊ ബ്രഹ്മചാരി ചെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാമഗ്രികളൊക്കെ കളക്ട് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ പിന്നെ സംഘടിപ്പിച്ച് എവിടെങ്കിലും ഒക്കെ ഇട്ട് അവർക്ക് വേണ്ടി, അന്നൊക്കെ എന്ന് വെച്ചാൽ വളരെ ലളിതമായ രീതിയിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഒരു നേരമൊക്കെ. അപ്പൊ അങ്ങനെ ആ രീതിയിലായിരുന്നു അന്നൊക്കെ ഈ സന്യാസിമാരുടെ ജീവിതചര്യകള്. അപ്പൊ അങ്ങനെ ഈ സഹായിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു സന്യാസി ആത്മീയ ഗുരുവുമാണ്, ബ്രഹ്മചാരി ശിഷ്യനുമാണ്. അപ്പൊ ആധ്യാത്മിക ഗുരുവായിട്ടാണ് ഒരു സന്യാസിയെ കാണപ്പെടേണ്ടത്. അപ്പം അദ്ദേഹത്തിനോടൊപ്പം പോകുന്ന ഈ പ്രൈവറ്റ് സെക്രട്ടറി, അതായത് സ്വകാര്യ സഹായി, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരിക്കും. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു മധുരയിലും വൃന്ദാവനത്തിലും ഒക്കെ പര്യടനം നടത്തിയപ്പോഴാ ഈ ബലഭദ്ര ഭട്ടാചാര്യരാണ് അദ്ദേഹത്തെ ബ്രഹ്മചാരിയായിട്ട് കൂടെ പോയത്. ഈ ബലഭദ്ര ഭട്ടാചാര്യ തന്നെയാണ് ഭഗവാൻ ഗുജറാത്തിലൂടെ ജാർഖണ്ഡിലെ കൂടെ സഞ്ചരിച്ച സമയത്ത് ഈ പിന്നെ അദ്ദേഹം ഹരേ കൃഷ്ണ മന്ത്രം പാടി അദ്ദേഹം ഇങ്ങനെ ജാർഖണ്ഡ് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാ മൃഗങ്ങളെല്ലാം ഇങ്ങനെ ആ മഹാപ്രഭുവിനെ കണ്ടിട്ട് അദ്ദേഹത്തോട് ആകർഷണം ഉണ്ടായി വരികയും ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് ഭഗവാന്റെ തിരുനാമം കേട്ട് അവരെല്ലാം നൃത്തമാടുകയും എല്ലാ മൃഗങ്ങളും വൈര്യം മറന്ന് അവര് പരസ്പരം ആലിംഗനം ചെയ്യുകയൊക്കെ ചെയ്തു. ഇതെല്ലാം നേരിട്ട് കണ്ടയാളാണ് ബലഭദ്ര ഭട്ടാചാര്യ. അപ്പൊ അത്രയും ആ പേഴ്സണൽ അസോസിയേഷൻ ചൈതന്യ മഹാപ്രഭുവിന്റെ കിട്ടിയ ആളാണ് ബലഭദ്ര ഭട്ടാചാര്യ. അദ്ദേഹം അതുകൊണ്ട് മുഖ്യ സഹായിയുമാണ്, വിശ്വസ്ത ഭക്തനുമായിട്ട് കരുതപ്പെടുന്നു. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു മധുരയിലും വൃന്ദാവനത്തിലും ഒക്കെ പര്യടനം നടത്തുമ്പോഴാ ഈ അദ്ദേഹം ബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാരിയായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ സേവിച്ചത്. അപ്പം ഈ എപ്പോഴും ഒരു സന്യാസിയെ സേവിക്കുന്നത്, നേരിട്ടുള്ള ഇതുപോലുള്ള സേവനം എന്ന് പറയുന്നത് ഒരു ബ്രഹ്മചാരി ആയിരിക്കണം. ബ്രഹ്മചാരികളാണ്, അങ്ങനെയുള്ള ശിഷ്യന്മാരാണ് സാധാരണ സന്യാസിമാരോടൊപ്പം അവരുടെ ജീവിതം ഈ സന്യാസിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതായിരിക്കും. അപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും പിന്നെ പേഴ്സണൽ സെക്രട്ടറികള് സന്യാസിമാരുടെ അവരെപ്പോഴും ബ്രഹ്മചാരികളായിരിക്കും. ബഡ ഹരിദാസ ആരാ ഛോട്ട ഹരിദാസ ദോയി കീർത്തനീയ രേ മഹാപ്രഭുരഭാഷ. നിലാചലത്തിലെ ഭക്തന്മാരിൽ 24-ാമനും 25-ാമനും ബഡ ഹരിദാസനും ഛോട്ട ഹരിദാസനും നല്ല ഗായകരായിരുന്നു. അവർ എല്ലായ്പ്പോഴും മഹാപ്രഭുവിനെ അനുഗമിച്ചു.
അപ്പൊ ചോട്ടാ ഹരിദാസൻ ആരാണ്? അപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ സംഘത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടയാളാണ്. അദ്ദേഹം പോയി സൂയിസൈഡ് ചെയ്യാൻ ഒരുങ്ങി. കാരണം അദ്ദേഹം ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഇനി ഓരോ പിന്നെ ലീലകളില് ഭഗവാന്റെ ഓരോ ലീല വിരിക്കുമ്പോൾ ഇതൊക്കെ വളരെ എലാബറേറ്റ് ആയിട്ട് പറയും. അതിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ചോട്ടാ ഹരിദാസ എന്ന് പറയുന്ന അദ്ദേഹം ഒരിക്കല ഒരു സ്ത്രീയെ എന്താണ് കാമത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കി. അത് ചൈതന്യ മഹാപ്രഭു മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഒരിക്കലും ഇനി അവൻ എന്റെ കൺവെട്ടത്ത് വരാൻ പാടില്ല. ചൈതന്യ മഹാപ്രഭു ആ കാര്യത്തില് കല്ലുപോലെ ഉറച്ച മനോഭാവമായിരുന്നു. ചില സമയത്ത് ഭഗവാന് എന്താ പറയാ കല്ലുപോലെ ഉറച്ച മനോഭാവവും ചില സമയത്ത് പൂ പോലെ മൃദുലവുമായിരിക്കും ഒരേ സമയം തന്നെ. കാരണം കർശനമായ നിയമങ്ങൾ ഇപ്പൊ നമ്മൾ ഭൗതിക ലോകത്ത് വരുമ്പോഴാ നമ്മുടെ കർമ്മങ്ങളുടെ ഫലമായിട്ട് പ്രകൃതി നമുക്ക് എന്താ പറയാ ചില സമയത്ത് സുഖം, ചില സമയത്ത് ദുഃഖം, ചില സമയത്ത് പ്രകൃതിയുടെ കർശനമായ നിയമങ്ങൾക്ക് നമ്മൾ വിധേയരാകും. ചില സമയത്ത് നമ്മുടെ നല്ല പ്രവർത്തികൾ പുണ്യകർമ്മങ്ങൾ കൊണ്ട് സുഖം അനുഭവിക്കും. അപ്പൊ ഏതായാലും ശരി, കർശന നിയമം എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പം അത് രണ്ട് വശങ്ങളാണ്. നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രതികർമ്മങ്ങൾ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുണ്ട്, പുണ്യകർമ്മങ്ങളുണ്ട്, പാപകർമ്മങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ച് വരുമ്പോഴാണ് ഇവിടെ ആ ഒരു വ്യത്യാസം ഉണ്ടാകും, നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതേപോലെ ചൈതന്യ മഹാപ്രഭു ഈ ചോട്ടാ ഹരിദാസിനോട് ഭയങ്കരമായ ദേഷ്യം പറഞ്ഞു. അപ്പൊ ആരോ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ഈ എന്നെ ഇനി അവൻ എന്റെ കൺവെട്ടത്ത് വരരുത് എന്ന് പറഞ്ഞപ്പോഴാ പറഞ്ഞപ്പം അദ്ദേഹത്തിനും അത് മനസ്സിലാക്കിയപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം കടലിൽ പോയി മുങ്ങി ചാകാൻ ഒരുങ്ങി. അപ്പം പറഞ്ഞു, അന്നേരം ചൈതന്യ മഹാപ്രഭുവിന് അന്നേരം പറഞ്ഞു അവൻ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് സന്തോഷമാണ് ഉണ്ടായത്. കാരണം അവന്റെ പാപങ്ങൾ അങ്ങനെയെങ്കിലും തീരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസി അല്ലെങ്കിൽ ഒരു പിന്നെ സന്യാസിയുടെ ശിഷ്യൻ അല്ലെങ്കിൽ ഭക്തിമാർഗത്തില് മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉത്തമ ഭക്തന് ഒരിക്കലും ഈ പറഞ്ഞതുപോലുള്ള ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ ലൗകികമായുള്ള കാര്യങ്ങളിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പാടില്ല, ഒരു നിമിഷം പോലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ഒരിക്കലും ചൈതന്യ മഹാപ്രഭു അംഗീകരിച്ചിരുന്നില്ല. പരിശുദ്ധമായ ഭക്തിയാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ആ പരിശുദ്ധമായ ഭക്തിയിലേക്ക് ഉയർന്നു വരാൻ കഴിയില്ലെങ്കിലും ഗൃഹസ്ഥർക്ക് ഭഗവാൻ കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഈ എന്താ പറയാ നൈഷ്ഠിക ബ്രഹ്മചാരികളായിരിക്കണം അവര്. അതുകൊണ്ടാണ് അവരെ സ്ട്രിക്റ്റ് ആയിട്ട് അവർക്ക് ആ പരിശീലനങ്ങളൊക്കെ കൊടുത്ത് അവരെ ആ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാനുള്ള ആ പരിശീലനം അവർക്ക് കൊടുക്കുന്നത്, സിദ്ധിക്കുന്നത്. അതിലുപരി ഒരു സന്യാസിയോടൊപ്പം അവർ നടക്കുമ്പോഴാ അല്ലെങ്കിൽ ആ സന്യാസിയെ സേവിക്കുമ്പോഴാ ഇത്രയും പരിശുദ്ധമായിട്ടിരിക്കണം. അങ്ങനെയാണ്. പക്ഷെ ഈ ഹരിദാസിനെ ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്ത്രീയെ എന്തുവാണ് പിന്നെ ചൈതന്യ മഹാപ്രഭുവിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ത്രീയുടെ അടുത്ത് പോയി അരി മേടിച്ചത് ഒരു കാരണമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇനി ഹരിദാസ് നമ്മളിപ്പോ പറഞ്ഞത് ചോട്ടാ ഹരിദാസനും ചോട്ടാ ഹരിദാസൻ പിന്നീട് മഹാപ്രഭുവിന്റെ സംഘത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. അന്ത്യലീലയിൽ ഇത് പരാമർശിക്കുന്നുണ്ട്. രാമഭദ്രാചാര്യ ആര ഒഡ്ര സിംഹേശ്വര തപന ആചാര്യ ആര രഘു നീലാംബര. ജഗന്നാഥപുരിയിൽ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ജീവിച്ചിരുന്ന ഭക്തന്മാരിൽ രാമഭദ്രാചാര്യൻ 26-ാമനും സിംഹേശ്വരൻ 27-ാമനും തപന ആചാര്യൻ 28-ാമനും രഘുനാഥ ഭട്ടാചാര്യൻ 29-ാമനും നീലാംബരൻ 30-ാമനുമായിരുന്നു. അപ്പൊ ഇത്രയും പേരെയാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. അതായത് രാമഭദ്രാചാര്യൻ, സിംഹേശ്വരൻ, തപന ആചാര്യൻ, രഘുനാഥ ഭട്ടാചാര്യൻ, പിന്നെ 30-ാമത് നീലാംബരൻ. ശിവഭട്ട, കാമഭട്ട, ദന്തൂര, ശിവാനന്ദ, ഗൗഡേ പൂർവ ഭൃത്യ പ്രഭുര, പ്രിയ കാമലാനന്ദ,
സിംഹഭട്ടൻ 31-ാമത്തത്, കാമഭട്ടൻ 32-ാമത്തത്, ശിവാനന്ദൻ 33-ാമത്, കമലാനന്ദൻ 34-ാമത്തെ ഭക്തന്മാരായിരുന്നു. ഇവരെല്ലാം മുമ്പ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് ബംഗാളിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. പിന്നീട് മഹാപ്രഭുവിനോടൊപ്പം വസിക്കുന്നതിന് വേണ്ടി അവർ ബംഗാൾ വിട്ട് ജഗന്നാഥപുരിയിലേക്ക് പോയി. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനിൽ ആകർഷണം ഉണ്ടായിട്ട്, അപ്പൊ നമ്മളൊക്കെ എപ്പോഴും ഭഗവാനിലേക്കാണ് ആകർഷണം ഉണ്ടാവേണ്ടത്. അപ്പം നേരത്തെ പറഞ്ഞ നമ്മള് ചോട്ടാ ഹരിദാസ് അല്ലെങ്കിൽ കൃഷ്ണദാസൻ, ഇവരൊക്കെ ഭഗവാനോടൊപ്പം പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് നടന്നിട്ടും അവരുടെ മനസ്സ് എന്താ പറയാ ഭൗതിക തൃഷ്ണയിലേക്ക് മാറി. അചഞ്ചലമായ ഭക്തി ആയിരിക്കണം, അചഞ്ചലമായ ഭക്തി. ഭഗവാനോടും ഭക്തന്മാരോടുമുള്ള, ഭഗവാനോടും ഗുരുവിനോടുമുള്ള അചഞ്ചല ഭക്തി ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്ന പരമാത്മാവ് നമ്മളെ സഹായിക്കത്തുള്ളൂ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവാണ് ദൃക്സാക്ഷി എല്ലാത്തിനും. നമ്മള് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ ഭഗവാനെ സേവിക്കുന്നത്? ആത്മാർത്ഥമായിട്ട് തന്നെയാണോ നമ്മുടെ ഗുരുവിനെ സേവിക്കുന്നത്? അതേ കർശനമായിട്ടും ഗൗരവമായിട്ടുമാണോ നമ്മുടെ സാധനകള് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇതൊക്കെ പരമാത്മാവിനറിയാൻ പറ്റും. നമ്മൾ വിചാരിക്കും ആരും അറിയുന്നില്ല. ഇപ്പൊ 16 മാല ജപിക്കണമെന്ന് എന്തുകൊണ്ടാണ് ഗുരുദേവൻ എല്ലാ ദിവസവും നമ്മളോട് പറഞ്ഞത്? എല്ലാ ദിവസവും പറയും, നിങ്ങൾ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം, 16 റൗണ്ട്സ് നമ്മൾ ശ്രദ്ധയോടുകൂടി നാമം ജപിക്കണം. കാരണം അതാണ് നമ്മുടെ ശക്തി, അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ വിനയം. നമ്മൾ 16 മാല ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേടുകയാണ് ഓരോ ദിവസത്തിൻ്റെയും മംഗളകരമായിട്ടുള്ള നമ്മുടെ ജീവിതചര്യകൾക്ക് കൂടുതൽ ആത്മീയ ശക്തി, ആത്മീയ ബലം നമുക്ക് പകർന്നു തരുന്ന നമ്മുടെ സാധനയാണ്. അപ്പൊ ഈ സാധനയിലൂടെയാണ് നമ്മൾ ആത്മീയ പുരോഗതി കൈവരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ആചാര്യന്മാരിൽ നിന്ന് കേൾക്കുന്നതും അവരിൽ നിന്ന് കണ്ടുപഠിക്കുന്നതും. അപ്പൊ അവരെ കണ്ടുപഠിക്കണം. ആചാര്യന്മാരെ നമ്മൾ അവരുടെ കൽപ്പനകളെ ആചരിക്കണം. അതേപോലെ അവരുടെ കർമ്മങ്ങളെ നമ്മൾ കണ്ട് പഠിക്കണം, മനസ്സിലാക്കണം. അതൊക്കെയാണ് നമ്മൾ ഉത്സാഹത്തോടുകൂടി നമ്മൾ ഗുരുവിനെ സേവിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്ത് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസോസിയേറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ഭഗവാന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ്. പക്ഷെ ചില സമയത്ത് ചില ആൾക്കാർക്ക് ഒരു ഡീവിയേഷൻ ഉണ്ടാകും. അതെന്തിനാണ് അങ്ങനെ ഉണ്ടാകുന്നത്? അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയല്ല. അതൊന്ന് ഫസ്റ്റ് ഓഫ് ആള്. പിന്നെ രണ്ടാമത്, നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾക്കും ഒരു അലർട്ട്നെസ് വരും. എപ്പോഴും ശ്രദ്ധയുണ്ടാകണം, എപ്പോഴും നമ്മൾ അലർട്ടായിരിക്കണം. മായ നമ്മളെ ഒരു കാരണവശാലും മായയിൽ അകപ്പെടാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ഇനി അച്യുതാനന്ദ അദ്വൈത ആചാര്യ തനയ നീലാചലേ രേഹേ പ്രഭുരാചരണ ആശ്രയ. 35-ാമത്തെ ഭക്തനായ അച്യുതാനന്ദൻ അദ്വൈതാചാര്യന്റെ പുത്രനായിരുന്നു. അദ്ദേഹവും ചൈതന്യ മഹാപ്രഭുവിന്റെ, ചൈതന്യ ഭഗവാന്റെ ചരണാശ്രയം നേടി ജഗന്നാഥപുരിയിൽ വസിച്ചു. അപ്പൊ ഇവരെല്ലാം അവരുടെ ജീവിതം ഭഗവാന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആൾക്കാരാണ്. ഇതിനെക്കുറിച്ച്, ഈ അച്യുതാനന്ദനെ കുറിച്ച് ആദിലീലയിലെ 12-ാം അധ്യായത്തില് അദ്ദേഹത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ ചരണാശ്രയം, അതാണ് പാദാശ്രയം, ചരണാശ്രയം എന്നൊക്കെ പറയുന്നത്. എന്താണ്? ആ പാദം മാത്രമേ ഉള്ളൂ ആശ്രയം. എൻ്റെ അതായത് സമാശ്രയെ മഹത്പദം, അതായത് ഭഗവാന്റെ ചരണാംബുജങ്ങൾ മാത്രമാണ് നമ്മൾക്ക് ഈ ഭൗതിക സമുദ്രം അല്ലെങ്കിൽ ഈ എന്താ പറയാ ഭവത് സാഗരം കടന്നു പോകാനുള്ള നമ്മുടെ ഏക മാർഗം എന്ന് പറയുന്നത്. പദപല്ലവപ്ലവം, സമാശ്രയേഹി പദപല്ലവപ്ലയം. അതുപോലെ മഹത്പദം പുണ്യ യശോരാര്, ഭഗവാന്റെ പദാംബുജങ്ങളാകുന്ന ആ മുരാരിയുടെ പാതാരവിന്ദങ്ങളെ ആണ് നമ്മൾ പരിപൂർണമായും ഈ ഭവാംബുതി കടക്കാൻ വേണ്ടി ആശ്രയിക്കേണ്ടത്. അതൊരു ബോട്ടാണ്.
അപ്പൊ നമുക്ക് അതിനെ ഗുരു സഹായിക്കും. നമ്മൾ ഈ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സേവിക്കുന്നതിനും അല്ലെങ്കിൽ ആ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നതിനൊക്കെ നമ്മളെ ഗുരുവാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഭൗതിക ലോകത്തെ അതിനെ കടക്കുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ചരണാശ്രയം നേടിക്കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ കലിയുഗത്തിലെ എത്രയോ ആൾക്കാർ പിന്തുടരുന്നു. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് നേരത്തെ ആർക്കും അറിയില്ലായിരുന്നു. ശ്രീല പ്രഭുപാദ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കൂടിയാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ പരിചയപ്പെടുത്തി തന്നത്, അല്ലേ? അപ്പൊ ആ ഗ്രന്ഥങ്ങൾ, ആ ശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് അതിന് നമ്മളെ സഹായിച്ചത്. ആചാര്യന്മാരും ഒപ്പം അവരുടെ ഗ്രന്ഥങ്ങളും, മഹത് ഗ്രന്ഥങ്ങളും. എന്ന് പറയുന്ന പോലെ ചൈതന്യ മഹാപ്രഭുവിനെ ആശ്രയിച്ചാലേ നമ്മുടെ ഈ കലിയുഗത്തിലെ ആൾക്കാർക്ക്, ഇപ്പം പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൃഷ്ണാവബോധം എന്താണെന്ന് അത്ര ഒരു എന്താ പറയാ, കലിയുഗത്തിലെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉള്ള സമയം ഭഗവാനെ ആശ്രയിക്കാൻ എങ്ങനെയാന്ന് ആർക്കും അറിയില്ല. കലിയുഗത്തിലെ ആൾക്കാരെല്ലാവരും ആധ്യാത്മിക പുരോഗതി, ആത്മസാക്ഷാത്കാരത്തിന് വളരെ പിന്നിലാണ്. എല്ലാവരും ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെ സന്തോഷത്തിന് വേണ്ടി പായുകയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്ന ആ ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കാൻ ആരാണ് മുന്നോട്ട് വരുന്നത് അവർക്ക് വിജയം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ എവിടുന്നെല്ലാം ഉള്ള, ബംഗ്ലാദേശിൽ, അതുപോലെ കൽക്കട്ട, അങ്ങനെ ഭാരതത്തിലുടനീളമുള്ള എത്രയോ ആൾക്കാര്, ഭക്തന്മാര് ഭഗവാനെ ആശ്രയിച്ച്, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച് ഭഗവാനോടൊപ്പം അവരുടെ ഭൗതിക ജീവിതത്തെ ഉപേക്ഷിച്ചിട്ടാണ് അവര് ഭഗവാന്റെ പാദാശ്രയം നേടിയത്. അപ്പം അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിർലോമ ഗംഗാദാസ ആര വിഷ്ണുദാസ ഏസബേര പ്രഭു സംഗേ നീരാശേലേ വാസ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭൃത്യന്മാരായി ജഗന്നാഥപുരിയിൽ വസിച്ച ഭക്തന്മാരിൽ നിർലോമ ഗംഗാദാസനും വിഷ്ണുദാസനും 36-ാമനും 37-ാമനുമാകും. അപ്പൊ ഇതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഭഗവാന്റെ ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകളെ കുറിച്ചാണ്, നിങ്ങൾക്ക് അതറിയാമല്ലോ, ശാഖകളെ കുറിച്ചാണ് ഓരോരായിട്ട്. അപ്പം അവരെയൊക്കെ നമ്മുടെ ഗ്രന്ഥകർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇനി അവരെ കുറിച്ച് എലാബറേറ്റ് ആയിട്ട് ഓരോ ഭഗവാനെ ഏത് രീതിയില്, എങ്ങനെയൊക്കെ, എവിടെ വെച്ച് എന്നൊക്കെ, അവരേത് തരത്തിൽ ഭഗവാനെ, ഏത് ഭാവത്തിൽ ഭഗവാനെ സേവിച്ചു, അവര് ഏത് എന്താ പറയാ, ഓരോരുത്തരും ഏതെല്ലാം എന്താ പറയാ ഭഗവാനെ സേവിച്ചത് ഏത് ഭാവത്തോടു കൂടിയാണ്, ഇതെല്ലാം അവർ എന്ത് റോളാണ് സ്വീകരിച്ചത് ചൈതന്യ ലീലയിൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഓരോരോ ഈ ലീലകളിൽ, അതായത് ഇപ്പൊ മധ്യലീലയിൽ, ഇപ്പൊ നമ്മൾ ആദ്യ ലീലയായതേ ഉള്ളൂ. അപ്പൊ അതിനകത്താണ് ഈ ശാഖകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുശേഷമാണ് എലാബറേറ്റ് ആയിട്ട് ഇവരെ ആദ്യം ആൾക്കാരെ പരിചയപ്പെടുത്തിയതിന് ശേഷം പിന്നീടാണ് നമുക്ക് അവരുടെ ലീലകൾ എലാബറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വാരണാസി മധ്യേ പ്രപുര ഭക്ത തീനജന ചന്ദ്രശേഖര വൈദ്യ ആരാ മിശ്ര തപന രഘുനാഥ ഭട്ടാചാര്യ മിശ്രേരാനന്ദന പ്രഭുയവേ കാശി ആയില ദേഹി വൃന്ദാവന ചന്ദ്രശേഖര ഗ്രഹേ കൈല ദൂയി മാസവാസ തപനാമി ശ്രീരാഘരേ ഭിഷ്ടദൂയി മാസ. വാരണാസിയിലെ പ്രമുഖരായ ഭക്തന്മാർ ചന്ദ്രശേഖര വൈദ്യനും തപനമിശ്രനും തപനമിശ്രന്റെ പുത്രൻ രഘുനാഥ ഭട്ടാചാര്യനുമായിരുന്നു. വൃന്ദാവന സന്ദർശനത്തിന് ശേഷം വാരണാസിയിലേക്ക് വന്ന ചൈതന്യ ഭഗവാൻ 2 മാസം ചന്ദ്രശേഖര വൈദ്യന്റെ ഗൃഹത്തിൽ താമസിക്കുകയും തപനമിശ്രന്റെ ഗൃഹത്തിൽ നിന്ന് പ്രസാദം സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ചൈതന്യ മഹാപ്രഭു ബംഗാളിലായിരുന്ന സമയത്ത് തപനമിശ്രൻ ആത്മീയ പുരോഗതി സംബന്ധിച്ച സംഭാഷണങ്ങൾക്കായി അവിടുന്ന് സമീപിച്ചു. അപ്പൊ ഈ തപനമിശ്രയും ഇവരുമൊക്കെ ഈ ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകളാണ്. അപ്പൊ ഈ തപനമിശ്രയെ കുറിച്ച് ഇനി നമ്മൾ പഠിക്കുന്നുണ്ട് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട്. അപ്പം അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി തപനമിശ്ര ബംഗാളിലായിരുന്നു, ചൈതന്യ മഹാപ്രഭു ബംഗാളിലായിരുന്നപ്പോൾ
അദ്ദേഹം അവിടുന്ന് സമീപിക്കുകയും ചൈതന്യ മഹാപ്രഭുവിനാൽ അനുഗ്രഹിക്കപ്പെടുകയും ഹരിനാമ ദീക്ഷ നേടുകയും ചെയ്ത വ്യക്തിയാണ് തപന മിശ്ര. അതിനുശേഷം ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് തപനൻ വാരണാസിയിൽ വസിക്കുകയും അവിടുന്ന് വാരണാസി സന്ദർശിച്ചപ്പോൾ തപന മിശ്രന്റെ വസതിയിൽ വെച്ചിട്ട് ആണ് അദ്ദേഹം പ്രസാദം സ്വീകരിച്ചത്. നമുക്ക് വാരണാസിയിൽ ഭഗവാൻ പോയി അന്ന് അങ്ങനെയാണ് നമ്മൾ ഇനി കാണാം. അതായത് പ്രകാശാനന്ദ സരസ്വതിയെ കാണുന്നത്, അവിടെയുള്ള മായാവാദികളെയൊക്കെ ഭഗവാൻ ഭക്തന്മാരാക്കി മാറ്റി. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഈ മായാവാദികള് വാരണാസിയിൽ വെച്ച് ഭഗവാനെ കുറ്റം പറയുമായിരുന്നു. വേദങ്ങളൊന്നും പഠിക്കാതെ ഇങ്ങനെ ഡാൻസും നൃത്തവും ചെയ്ത് പിന്നെ കീർത്തനവും പാടി ഇങ്ങനെ റോഡ് നീളെ നടക്കുകയാണ്, ഇദ്ദേഹം എന്താ ഈ നമ്മുടെ കൂടെ ചേരാത്തത്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, അദ്ദേഹം ഒരു സന്യാസിയാണ്, അദ്ദേഹം എന്താ ഈ താഴ്ന്ന തരം സമ്പ്രദായത്തിൽ നിന്ന് സന്യാസം സ്വീകരിച്ച്, അങ്ങനെ പലതരം വിമർശനങ്ങൾ ചൈതന്യ പ്രഭുവിനെ കുറിച്ച് ഇവര് പറഞ്ഞു. അപ്പൊ ഈ തപന മിശ്രനും വേറെ ഒരു ചന്ദ്രശേഖർ അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചന്ദ്രശേഖര വൈദ്യൻ. അപ്പൊ ഈ ചന്ദ്രശേഖരും കൂടെയാണ് ഭഗവാന്റെ അടുത്ത് വന്നിച്ച് ഇങ്ങനെ വിഷമിച്ചു പറയും, ഇവരിങ്ങനെ വാരണാസിയില് ഇങ്ങനെ കുറെ സന്യാസിമാര് വന്നിട്ടുണ്ട്, അപ്പൊ അവര് അങ്ങയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ഇങ്ങനെ. അപ്പോഴാണ് ചൈതന്യ മഹാപ്രഭു ഒന്ന് പുഞ്ചിരിക്കും. ഓ ഇപ്പം ഇവരുടെ മനസ്സ് അപ്പൊ കാരണം വെച്ചാൽ ഭക്തന്മാർ അങ്ങനെയാണ്, ഭഗവാനെ കുറിച്ചോ അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ മറ്റു ഭക്തന്മാർക്ക് അത് ഭയങ്കര വേദനയാണ് മനസ്സിൽ. അങ്ങനെ ഉണ്ടാകണമെന്നാണ്. നമ്മൾ ഭക്തന്മാരെ കുറ്റം പറയാൻ പാടില്ല, ഭഗവാൻ മറ്റുള്ളവര് കുറ്റം പറഞ്ഞു കേട്ടാൽ നമ്മളത് കേൾക്കാനും പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഭക്തന്മാരെ ആരെങ്കിലും നിന്ദിക്കുന്നെങ്കിൽ ഒന്നുകിൽ അവരെ നമ്മൾ പറഞ്ഞു തോൽപ്പിക്കണം, അല്ലെങ്കിൽ ആ സ്ഥലം വിട്ടു പോകണം. അങ്ങനെയൊക്കെ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. അപ്പൊ ഈ വാരണാസിയിലെ മായാവാദി സന്യാസിമാര് എപ്പോഴും ചൈതന്യ മഹാപ്രഭുവിനെ അവര് വിമർശിക്കുകയായിരുന്നു. കാരണം എന്താണ്, അവരുടെ കൂട്ട് തർക്കശാസ്ത്രങ്ങളിലൊന്നും അദ്ദേഹം ഏർപ്പെടാറില്ല. അദ്ദേഹം എപ്പോഴും തിരുനാമമൊക്കെ ജപിച്ച് വളരെ സന്തോഷവാനായിട്ട് ഇങ്ങനെ കഴിയുകയാണ്. അപ്പൊ ആ സമയത്താണ് ചൈതന്യ മഹാപ്രഭു ഒന്ന് ചിരിക്കും, ഒന്ന് പുഞ്ചിരിക്കും. അദ്ദേഹം ഇതൊക്കെ കേട്ട് ഇവരുടെ വിഷമം കേട്ട് കഴിയുമ്പോൾ അപ്പൊ അദ്ദേഹം പുഞ്ചിരിച്ചു കഴിഞ്ഞ് അവിടുത്തെ ഒരു ബ്രാഹ്മണൻ വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെ ലഞ്ചിന് പ്രസാദം കഴിക്കാൻ ക്ഷണിക്കും. എന്നിട്ട് പറയും, വാരണാസിയിലെ എല്ലാ സന്യാസിമാരെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, അങ്ങും ദയവ് ചെയ്ത് വരണം, വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴ എല്ലാ മായാവാദി സന്യാസിമാരും ഇരിപ്പുണ്ട്. അതിന്റെ തലവനാണ് പ്രകാശാനന്ദ സരസ്വതി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹം അപ്പൊ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ ചൈതന്യ മഹാപ്രഭു ചെന്ന് വെളിയിൽ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ ചെന്ന് കാലുമൊക്കെ കഴുകിയിട്ട് അദ്ദേഹം പോയി ആ അൺക്ലീൻ ആയിട്ടുള്ള, അല്ലാതെ ഒരു വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്ത്, ഇവരൊക്കെ കസേരയിൽ ഇരിക്കുക, അദ്ദേഹം പോയി താഴെ ഒരു ക്ലീൻ അല്ലാത്ത ഒരു സ്ഥലത്ത് പോയിരിക്കും. അവിടെ പോയിരിക്കുമ്പം പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു ഇവരെ കാരണം ഇങ്ങനെയൊക്കെ ഉള്ളവരെ ആ രീതിയിൽ മാത്രമേ ആകർഷിക്കാൻ പറ്റൂ. അപ്പൊ എന്നിട്ട് ഭഗവാൻ അവിടുത്തെ അദ്ദേഹത്തിന്റെ ഒരു മഹാപ്രകാശലീല എന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ആ മുഖത്തെ ചൈതന്യം, അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്ക് ഭഗവാന്റെ മുഖത്ത് ഭയങ്കര ചൈതന്യം വെച്ചാൽ ഭയങ്കര പ്രകാശം. അപ്പൊ ഇവരെല്ലാവരും കണ്ണി നോക്കാൻ തുടങ്ങി. ഇത് സാധാരണ വ്യക്തിയല്ല എന്നിവർക്ക് മനസ്സിലായിട്ട് അതിനകത്ത് ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരാളാണ് പ്രകാശാനന്ദ സരസ്വതി. അദ്ദേഹം ചെന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കൈക്ക് പിടിച്ചിട്ട് ചോദിക്കും, അങ്ങ് എന്തിനാണ് ഇവിടെ ഈ വൃത്തിയില്ലാത്ത ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത്, അങ്ങ് വന്ന് ഈ കസേരയിൽ ഇരിക്കൂ, ഈ ഇരിപ്പിടത്തിൽ ഇരിക്കൂ എന്ന് പറഞ്ഞ് പോയി കൈ പിടിച്ചു കൊണ്ടുവന്ന് ചൈതന്യ മഹാപ്രഭു കയറി വരുമ്പോ തന്നെ ഇവരെയൊക്കെ ഒന്ന് പ്രണമിക്കും, എല്ലാരെയും നമസ്കരിക്കും, ആദരവ് കൊടുക്കും. കാരണം അവരർഹിക്കുന്ന തരത്തിലുള്ള ആദരവ്, അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും വലിയ. ഇവരാരും അങ്ങനെ ചെയ്യത്തില്ല. ഇവരെല്ലാം പ്രൗഡാണ്. പണ്ഡിതന്മാരെന്ന് വെച്ചാൽ എപ്പോഴും അവരവരുടെ ജ്ഞാനത്തിലും പാണ്ഡിത്യത്തിലും ഒക്കെ എപ്പോഴും അവര് ഭയങ്കര അഭിമാനികളാണ്, പ്രൗഡാണ് എപ്പോഴും. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു എന്താ ചെയ്തത്, ഭഗവാനാണ്, നാരായണൻ, സാക്ഷാൽ നാരായണനാണ്. അദ്ദേഹം ചെന്നിട്ട് ഇവരെയൊക്കെ പോയി നമസ്കരിച്ചു. എല്ലാവർക്കും വേണ്ട വിധത്തിൽ ആദരവ് കൊടുത്തതിന് ശേഷമാണ് അതൊക്കെ അവരുടെ മനസ്സിനെ ടച്ച് ചെയ്തു, സ്പർശിച്ചു. അപ്പൊ ആരാണ് എന്നിട്ട് ഇവിടെ പോയിരുന്നതും
പിന്നീട് അദ്ദേഹം ആ മഹാപ്രകാശ ലീല കാട്ടി. അതിനുശേഷം അവർക്ക് മനസ്സിലായി ഇത് സാധാരണ വ്യക്തിയല്ല, ഇദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പോയി ഈ പ്രകാശാനന്ദ സരസ്വതി പോയിട്ട് ഭഗവാന്റെ കൈ പിടിച്ചു കൊണ്ടുവന്ന് ഇരിപ്പിടത്തിൽ ഇരുത്തി. എന്നിട്ട് പിന്നീട് അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച എല്ലാവരെയും കൃഷ്ണനാമം ജപിപ്പിച്ചു മഹാപ്രഭു. അതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. മനസ്സിലായോ? മായാവാദികളെ എല്ലാം ഭക്തന്മാരാക്കി തീർത്തു, കൃഷ്ണ ഭക്തരാക്കി തീർത്തു. അവർ ഈ മായാവാദികൾ കൃഷ്ണനാമം ജപിക്കത്തില്ല, അവർക്ക് ഭയങ്കര വിഷമമാണ് കൃഷ്ണനാമം ജപിക്കുന്നത്. കാരണം അവർക്കൊക്കെ ഭഗവാന് രൂപമില്ല, പിന്നെ എന്തോ അവിടെ നാമം. അതാണ് രൂപമില്ലാത്ത ആളിന്റെ നാമം എവിടെ? ആ ഒരു വ്യക്തിഗത സങ്കല്പം ഇല്ല അവർക്ക്, അതുകൊണ്ട് അവർ നാമം ജപിക്കത്തില്ല. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? എല്ലാവരെ കൊണ്ടും കൃഷ്ണനാമം ജപിപ്പിച്ചു. അപ്പൊ അതാണ് ഇവരുടെ ലീല. അതായത് തപന മിശ്രനും അതുപോലെ ചന്ദ്രശേഖരും. അപ്പൊ അത് നമുക്കിനി എലാബറേറ്റ് ആയിട്ട് പഠിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ചൈതന്യ മഹാപ്രഭു കി ജയ്, ശ്രീല ഗുരുദേവ് की जय, प्रभुपाद की जय, अनंत कोटि वैष्णव वृत्ति की जय, नित्याय गौर പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. വാഞ്ചാ കൽപാതരോഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ വൃന്ദി की जय, നിത്യായ ഗൗര പ്രേമാനന്ദേ. ഹരി ഹരി. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കും സംശയമൊന്നുമില്ലെന്ന് കരുതുന്നു. ഹരിബോൽ. പർപ്പട്ടൊന്നും ഇല്ലാത്തതാണ് ഈ ശ്ലോകങ്ങളിലൊക്കെ. ഞാൻ പിന്നെ ഓക്കെ. ഹരിബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു. വൈൻഡപ്പ് ചെയ്തോളൂ. മാജി ഉങ്ങൾക്ക് കേട്ടില്ല. 155 ഇനി അടുത്ത ശ്ലോകം കേട്ടോ. ഞാൻ പ്രഭുവിനോട് പറഞ്ഞേക്കാം. ഓക്കെ. 155 ഓൺവേർഡ്സ് വായിക്കണമല്ലേ മാജി? എന്തോ 155 ഓൺവേർഡ്സ്. യെസ്. 155. ഓക്കെ. താങ്ക് യു വെരി മച്ച്.